അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ഫീൽഡ് ക്രോപ്സ് ആൻഡ് പ്രൊഡക്ഷൻ പ്രാക്ടീസസ് ആണല്ലോ മൊഡ്യൂൾ 4 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ 4 സബ് ടോപ്പിക്സ് ഉള്ളതിൽ നമുക്ക് ഒരു ടോപ്പിക് ഉള്ളതാണ് ടപ്പിയോക്ക. അപ്പോൾ ടപ്പിയോക്കയുടെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടപ്പിയോക്ക എന്ന ക്രോപ്പിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫോർഡർ ക്രോപ്സ് ഒക്കെ പഠിച്ചു. ബാക്കി ഈ ഒരു മൊഡ്യൂളിൽ മൊത്തം നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ അഗ്രികൾച്ചർ നമ്മൾ ബേസിക്കലി എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്, എങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം, അങ്ങനെ കുറച്ച് ജനറിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടപ്പിയോക്ക എന്ന ക്രോപ്പിനെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഈ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ടപ്പിയോക്ക നടണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ക്ലൈമറ്റിക് റിക്വയർമെന്റ്സ് എന്ന് നോക്കാം. സോ നമുക്കറിയാം നമ്മുടെ കേരള നാട്ടിലൊക്കെ സുലഭമായിട്ട് നമ്മൾ കിട്ടുന്ന ഒരിതാണ് കപ്പയല്ലേ ടപ്പിയോക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരുണ്ട് കസാവ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് വെൽ സ്യൂട്ടഡ് ആണ് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിലൊക്കെ. ഇപ്പോൾ ബെസ്റ്റ് അണ്ടർ വാം ഹ്യൂമിഡ് tropical conditions with well distributed and abundant rainfall. Like നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻസിലൊക്കെ ഉള്ള ഒരു വാം ആയിട്ട് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റും പിന്നെ സീസണൽ ആയിട്ട് വരുന്ന ആ ഒരു റെയിൻഫോളും ഒക്കെ എന്താണ് ഈ ഒരു ക്രോപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഡ്രോട്ട് ഒരു പരിധി വരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വേനലിലും ഇതിന് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ ഈ ക്രോപ്പ് നല്ല രീതിയിൽ വളരാറുണ്ട്. ബട്ട് റിക്വയർ സഫീഷ്യൻറ്റ് മോയ്സ്ചർ അറ്റ് പ്ലാന്റിങ്. പക്ഷെ നമുക്ക് ഒരു കാര്യം എൻഷുർ ഉണ്ട്, ഇത് പൊടിച്ച് വരുന്ന സമയത്ത് പ്ലാന്റിങ് ചെയ്യുന്ന സമയത്ത് അതിന് ആവശ്യത്തിനുള്ള ഇറിഗേഷൻ, ആവശ്യത്തിനുള്ള മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ക്ലൈമറ്റിക് റിക്വയർമെന്റ്സ് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഹ്യൂമിഡ് വാം ക്ലൈമറ്റ് ഈസ് ഗുഡ്. പിന്നെ അത് പോയിട്ട് റെയിൻഫോളും നമ്മുടെ ഇവിടുത്തെ സീസണൽ ആയിട്ടുള്ള റെയിൻഫോൾ ഈസ് ക്വൈറ്റ് അഡിക്വേറ്റ്. ഡ്രോട്ട് കണ്ടീഷൻസ് ഇത് ടോളറേറ്റ് ചെയ്യാൻ ഇതിന് പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്ലാന്റിങ് സമയത്താണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ഈ ഇറിഗേഷൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതിന് നനവ് മോയ്സ്ചർ കണ്ടന്റ് ആവശ്യത്തിന് വേണം. പക്ഷേ ഭയങ്കരമായിട്ടുള്ള തണുപ്പ്, കോൾഡ് ഫ്രോസ്റ്റ് ക്ലൈമറ്റ് ഒന്നും ഇതിനത്ര സ്യൂട്ട് ചെയ്യാറില്ല. പിന്നെ സോയിൽ പ്രിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ വെൽ ഡ്രെയിൻഡ് ലാറ്ററൈറ്റ്. നമ്മുടെ കേരളത്തിൽ ഉടനീളം കാണപ്പെടുന്ന ഒരു നല്ലൊരു എമൗണ്ട് കാണപ്പെടുന്ന ഒരു സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചുമന്ന ബ്രൗണിഷ് ആയിട്ടുള്ള നല്ല ഒരു സോയിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ അലുമിനിയം ആൻഡ് അയൺ ആണ്. അപ്പോൾ ഈ ഒരു സോയിൽ അല്ലെങ്കിൽ ഗ്രാവലി സോയിലും സാൻഡി ലോം സോയിൽസും ഒക്കെ സ്യൂട്ടഡ് ആണ്. ലാറ്ററൈറ്റ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത്. അപ്പോൾ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള നല്ല ഇറിഗേഷൻ ഫെസിലിറ്റി ഉള്ള നല്ല മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ പറ്റുന്ന, അതേസമയം തന്നെ അതിന് വാട്ടർ ലോക്ഡ് ആകാതിരിക്കാനും പറ്റുന്ന വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു ലാറ്ററൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാവലി സാൻഡി ലോം സോയിൽസ് ഏതായാലും ഇതിൽ ടപ്പിയൊക്കെ നല്ല രീതിയിൽ വളരുന്നതാണ്. പിന്നെ ഹെവി ആൻഡ് റോക്കി സോയിൽസ് റെസ്ട്രിക്ട് റൂട്ട് ഡെവലപ്മെന്റ്. കാരണം നമുക്ക് ട്യൂബർ ക്രോപ്പാണ് ഇതല്ലേ, അപ്പോൾ ഇതിന്റെ റൂട്ടാണ് ഇതിന്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആ റൂട്ട് പോർഷൻസ് നല്ലതായിട്ട് വളരണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള സോയിൽ ആയിരിക്കണം ഉണ്ടാകുന്നത്. അപ്പോൾ റോക്കി സോയിൽ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയുള്ള റോക്സ് കൂടിയ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള സോയിലൊക്കെ ആണെങ്കിൽ ആ റൂട്ട് ഡെവലപ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പം ലാറ്ററൈറ്റ് ഗ്രാവലി സാൻഡി ലോം സോയിലൊക്കെ ഓക്കെയാണ്. പക്ഷെ ഭയങ്കര ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള സോയിൽസ് ഒന്നും ഇതിന്റെ റൂട്ട് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ സോയിൽസ് പ്രിഫർ ചെയ്യാറില്ല. ഓൾസോ വാട്ടർ ലോക്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസും എന്ത് ചെയ്യാറില്ല, ഈ ഒരു ക്രോപ്പ് സർവൈവ് ചെയ്യാറില്ല. സോ പ്ലാന്റിങ് ഓൺ മൗണ്ട്സ് ഓർ റിഡ്ജസ് ഈസ് റെക്കമെൻഡ്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവും കപ്പ നടുമ്പോഴേ നമ്മളെപ്പോഴും ഈ ഒരു ടപ്പിയൊക്കെ നടുമ്പോൾ എപ്പോഴും ഒരു ചെറിയ ഹീപ്പ് പോലെ ഒരു കുഞ്ഞു കൂന പോലെ മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ മേളിലായിരിക്കും നമ്മൾ വെക്കുന്നത്. സോ ദാറ്റ് ആ അത്രയും പോർഷൻ എന്താണ് ലൂസ് സോയിലായിരിക്കും. അപ്പോൾ ആ ഒരു പോർഷനിലെങ്കിൽ എന്തായിരിക്കും റൂട്ട്സ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ താഴോട്ട് എന്ത് ചെയ്തോളും, അത് നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെന്റ് വന്നോളും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൗണ്ട് അല്ലെങ്കിൽ ഒരു റിഡ്ജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മൗണ്ടെയിൻ പോലത്തെ ആ ഒരു ഷേപ്പ് നമ്മൾ വരയ്ക്കില്ലേ, അതാണ് റിഡ്ജ് അല്ലെങ്കിൽ ഒരു മൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിങ് നടത്തുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടപ്പിയോക്കയുടെ പല വെറൈറ്റീസ് ആണ്. വെറൈറ്റീസ് നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട് ആക്ച്വലി. ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ കുറേ വെറൈറ്റീസ് ഉണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ജസ്റ്റ് ഒരു
ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും ഒരുമിച്ചാണ്, നമുക്കിപ്പോൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വെറൈറ്റീസ് പറയുമ്പോൾ നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഇതിൽ വെറൈറ്റീസ് പറയുമ്പോൾ നോട്ട് ചെയ്യേണ്ട എത്ര ടൈപ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 വെറൈറ്റീസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ള, ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്, ഇത് ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഓരോന്നും ഈ പോയിന്റേഴ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യാം. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് എല്ലാത്തിൻ്റെയും ഡ്യൂറേഷൻ എത്രയൊക്കെയാണ് വരുന്നത്, എത്രയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർച്ച് കണ്ടന്റ് വരുന്നത്, അതിൻ്റെ ചിലതിനൊക്കെ ചില സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിനെ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യാം. സോ അങ്ങനെ വേണം നമുക്കിപ്പോൾ പഠിക്കാൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റാണ് ഇവരുടെ സ്റ്റാർച്ച് കണ്ടന്റ് എഴുതിയിരിക്കുന്നത്. 30 24.5 29 29 26 30, പിന്നെ ഉള്ളത് 24 to 27 30 36 26 27. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു 36 വരെ നമുക്ക് കാണാം അല്ലേ, മാക്സിമം 36 വരെ പോകുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഒരു 20 നമുക്ക് പറയാം. ഇവിടെ ഒരു 24 ഒക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ 20 തൊട്ട് നമുക്കൊരു 20 to 36% വരെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർച്ചിൻ്റെ ഒരു റേഞ്ച് പോകുന്നുണ്ട്. പിന്നെയുള്ളത് ഡ്യൂറേഷൻ, അതായത് എത്ര ടൈമാണ് ഇതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഇത് വളർന്ന് വിളവെടുക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു ടൈമാണ് ആ ഒരു ഡ്യൂറേഷൻ വന്നത്. ഇപ്പോൾ 10 months ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു 8 months നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, അത് ഞാനിവിടെ നോട്ട് ചെയ്യാം. 8 months, ബാക്കി 10 ആണെല്ലാം, ഇതും 10 ആണ്. ഇവിടെ കൽപ്പാക്ക 6 months ഉണ്ട്, ശ്രീജയ 7 months, ശ്രീ വിജയ 6 to 7, വീണ്ടും 10, നിധി 5.5 to 6 months, വെള്ളായണി ഹ്രസ്വ ബാക്കിയൊക്കെ എന്താണ് 10 months ആണ്. സോ ഇതും നമുക്കൊരു കമ്പാരിസൺ ആണ്. നമുക്ക് ഇങ്ങനെ പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓവർവ്യൂ ആദ്യം തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെറൈറ്റീസിൽ നോക്കുമ്പോൾ പേര് ഓർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് കണ്ടന്റും ഡ്യൂറേഷനും നോട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് H കാറ്റഗറിയിൽ വരുന്നതാണ് 97 165 226. അപ്പോൾ അതിൽ 97 നോക്കുമ്പോൾ സെമി ബ്രാഞ്ചിങ് ആണ്, ടോളറൻറ്റ് ടു മൊസൈക്ക് ഡിസീസ് ആണ്. അപ്പോൾ നമുക്ക് 97 എന്ന് പറയുമ്പോഴത്തേക്കും ഈ H97 വെറൈറ്റിയിൽ ബ്രാഞ്ചിങ്, സെമി ബ്രാഞ്ചിങ് പോസിബിൾ ആണ്. അതായത് നമ്മൾ മോസ്റ്റ്ലി കാണുമ്പോൾ നമ്മുടെ ഈ കപ്പ നട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ കമ്പ് പോലെ ഇങ്ങനെ മെയിനായിട്ട് നിന്ന് നിറയെ ഇലകളായിരിക്കും. ചിലതിൽ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആണ്, ചിലതിൽ ബ്രാഞ്ചസ് കാണത്തില്ല. അപ്പോൾ ഇതിൽ സെമി ബ്രാഞ്ചിങ് പോസിബിൾ ആണ്. ഓക്കെ, ഇപ്പം നോൺ ബ്രാഞ്ചിങ് ആയിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നോൺ ബ്രാഞ്ചിങ് ആയിട്ടുള്ള ഞാൻ ജസ്റ്റ് ഇവിടെ റെഡ് മാർക്ക് ചെയ്യാം. ഇപ്പം നോൺ ബ്രാഞ്ചിങ് H165 ഉണ്ട്. പിന്നെ ഇവിടെ ഇത് കൽപ്പാക്ക നോൺ ബ്രാഞ്ചിങ് ആണ്. ബാക്കി നമുക്കങ്ങനെ ബ്രാഞ്ചിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു പ്ലാന്റ് വെറൈറ്റിയെ കുറിച്ച് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. സോ ഇപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൽ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്ന കുക്കിംഗ് ക്വാളിറ്റിയാണ്. കുക്കിംഗ് ക്വാളിറ്റി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരല്ല. പിന്നെ ഇതിന് യുണീക്ക് ആയിട്ട് ചിലതിനുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ അഡീഷണൽ പോയിന്റ് ഇല്ല. ഇവിടെ വെള്ളായണി ഹ്രസ്വ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 53 ppm ഓഫ് സയനോജൻ. 53 ppm സയനോജൻ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കിടപ്പുണ്ട്. അപ്പോൾ സയനോജൻസ് വേറെ പറയുന്നത് ഈ ശ്രീജയ ശ്രീവിജയയിൽ പറഞ്ഞിട്ടുണ്ട് ലോ ഇൻ സയനോജൻസ്. ഓക്കെ, അതൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ സയനോജൻസ് മെൻഷൻ ചെയ്യുന്നത് വേറൊരിടവും കണ്ടിട്ടില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. പിന്നെ ഈൽഡ് ആക്ച്വലി വലുതായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ ശ്രീപ്രകാശിന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആക്ച്വലി നമ്മൾ വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. ശ്രീപ്രകാശ് 7 months ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടി. മന്ത്സ് എന്ന് പറയുന്നത് എത്ര ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി 10 months ആണ് അത് എടുക്കുന്നത്. പിന്നെ ചിലതിൽ 5 6 7 8 ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ സ്റ്റാർച്ച് പെർസെൻറ്റേജ് ആ ഒരു വെറൈറ്റീസിനും 20 to 36% ആണ് മാക്സിമം നമ്മൾ കാണുന്നത്. 20 എന്ന് പറയുന്നുണ്ടെങ്കിലും 24 ആണ് സ്റ്റാർട്ടിങ്. നമ്മൾ കണ്ടിട്ടുള്ള പോയിന്റ്സിൽ 24 ആണ് മിനിമം വരുന്നത്, മാക്സിമം വരുന്നത് 36% ആണ്. പിന്നെയുള്ളത് ഏത് അത് സെമി ബ്രാഞ്ചിങ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ ബ്രാഞ്ചിങ് ആയിരിക്കും. സെമി ബ്രാഞ്ചിങ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നോൺ ബ്രാഞ്ചിങ് ആയിട്ട് നമ്മൾ ആകെ പഠിക്കുന്ന 1-2 ഉള്ളൂ. ഒന്ന് H165 പിന്നെ വരുന്നത് കൽപ്പാക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ കമ്മിങ് ഈസ് H97. H97 എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം സെമി ബ്രാഞ്ചിങ് ആണ്. പിന്നെ മൊസൈക്ക് ഡിസീസ്, ഇതിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് മൊസൈക്ക് ഡിസീസ്. ഇതിന് ടോളറൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് H97 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 10 months ഡ്യൂറേഷൻ ആണ്, 30% സ്റ്റാർച്ച് ഉണ്ട്. ഓക്കെ, ഇനി H165 നമ്മൾ പറഞ്ഞു ഇത് ഏതിൽ വരുന്നതാണ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത് ഏതാണ്,
8 months, ലൈക്ക് ഡ്യൂറേഷൻ കുറവുള്ളതാണ് നമ്മളിവിടെ സൈഡിൽ ബ്ലൂ മാർക്ക് ചെയ്ത് അല്ലേ. അപ്പോൾ H165 8 months ഡ്യൂറേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല നോൺ ബ്രാഞ്ചിങ് ആണ്, ഇവിടെ ഈ റെഡ് മാർക്ക് ചെയ്തത് നോൺ ബ്രാഞ്ചിങ്ങിനാണ്. പിന്നെയുള്ളത് എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ മൊസൈക്ക് വൈറസിന് ടോളറൻ്റ് ആയിട്ടുള്ള ആ ഡിസീസ് അങ്ങനെ വരാറില്ല. പിന്നെ സസെപ്റ്റബിൾ ടു വിൽറ്റ്, ഇത് വിൽറ്റ് ഡിസീസിന് സസെപ്റ്റബിൾ ആണ്. വിൽറ്റ് ഡിസീസൊക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാർച്ച് കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്, 24.5% ആണ്. ഓക്കെ, അടുത്തത് H226. H226ഉം സെമി ബ്രാഞ്ചിങ് ആണ്. നമുക്ക് നോൺ ബ്രാഞ്ചിങ് ആയിട്ട് ആരൊക്കെ മാത്രമേ ഉള്ളൂ? H165ഉം കൽപ്പാക്കി. അപ്പോൾ ഇതിൽ H226 വരുമ്പോൾ സെമി ബ്രാഞ്ചിങ് ആണ് അതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ യൂഷ്വൽ ഡ്യൂറേഷൻ 10 months ആണ്. പിന്നെ കുക്കിംഗ് ക്വാളിറ്റി മോഡറേറ്റ് ക്വാളിറ്റി, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 29% സ്റ്റാർച്ച് ആണ്. അപ്പോൾ നമ്മുടെ H കാറ്റഗറിയിൽ 3 നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, H97, 165 and 226. ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ടായിരുന്നത് ആദ്യത്തതിനാണ് 30%. പിന്നെ ബാക്കി രണ്ടിനും 24.5ഉം 29% ആണ് വന്നത്. പിന്നെ ഇതിൽ കുറച്ച് യുണീക്കായിട്ട് വന്നത് ഈ നടുക്കത്തെയാണ്, H165. അത് നോൺ ബ്രാഞ്ചിങ് ആണ്, ഡ്യൂറേഷൻ കുറച്ച് കുറവാണ്. കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് സ്റ്റാർച്ച് കണ്ടന്റും ഇതിനാണ്. പിന്നെ വിൽറ്റ് ഡിസീസ് വരാൻ സസെപ്റ്റബിളുമാണ്. അങ്ങനെ കുറച്ചധികം പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ ഈ H കാറ്റഗറിയിൽ നമുക്ക് 3 ഉണ്ട്, 97, 165, 226. അതിൽ നോട്ട് ചെയ്യേണ്ടത് 165 ആണ്, കുറച്ച് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉള്ളത്. ബാക്കി നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു യൂണീക്കായിട്ട് എന്നുണ്ട്, M4 എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്. ഇത് ഇറക്റ്റ് ടൈപ്പാണ്, അതായത് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടാണ് വളരുന്നത്. പിന്നെ ഡ്യൂറേഷൻ 10 months ആണ് ആസ് യൂഷ്വൽ. പിന്നെ സ്റ്റാർച്ച് പെർസെൻറ്റേജ് 29% ആണ്. അടുത്തതെന്ന് പറയുന്നത് ശ്രീവിശാഖം. ശ്രീവിശാഖമുണ്ട്, ശ്രീ സഹ്യയുണ്ട്, ശ്രീ പ്രകാശ്, പിന്നെ താഴോട്ട് വേറെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് 3 നോക്കാം. ശ്രീവിശാഖം എന്ന് പറയുന്നത് സെമി ബ്രാഞ്ചിങ് ആണ്. നമ്മൾ നോൺ ബ്രാഞ്ചിങ് 2 ഉള്ളൂ അല്ലേ, അത് ഓർത്ത് വെച്ചിരിക്കുക. നോൺ ബ്രാഞ്ചിങ് ആയിട്ട് H165ഉം കാൽപ്പാക്കയും മാത്രമേ നോൺ ബ്രാഞ്ചിങ് ഉള്ളൂ. പിന്നെയുള്ളത് ശ്രീവിശാഖത്തിൽ സെമി ബ്രാഞ്ചിങ് ആണ്, യെല്ലോ ഫ്ലഷ് ആണ്. ഇതിൻ്റെ നിറം കുറച്ചുകൂടെ, അതിൻ്റെ ഒരു ഫ്ലഷ് പോർഷൻ കുറച്ചുകൂടെ യെല്ലോയിഷ് ആണ്. സാധാരണ നമ്മുടെ ടപ്പിയൊക്കെ തന്നെ കുറച്ച് വൈറ്റിഷ് ആയിട്ട് വരുന്നതാണ്, ഇതിപ്പോൾ കുറച്ച് യെല്ലോയിഷ് ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഡ്യൂറേഷനും 10 months ആണ്. മൊസൈക്ക് വൈറസിന് ടോളറൻ്റ് ആണ്. 26% ഓഫ് സ്റ്റാർച്ച് ആണ്. പിന്നെ 466 IU വൈറ്റമിൻ എ. ഈ ഒരു വെറൈറ്റിയിൽ നമുക്ക് 466 IU, ഈ IU എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഫുഡിൽ ഓരോ ന്യൂട്രിയൻസിൻ്റെ അലവൻസസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഡെയിലി അലവൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ ആക്ച്വലി മെൻഷൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഈ IU എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്റർനാഷണൽ യൂണിറ്റ്സിൽ വൈറ്റമിൻ എയുടെ 466 യൂണിറ്റ്സ് നമുക്ക് ഈ ഒരു വെറൈറ്റി ഓഫ് ടപ്പിയോക്കയിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. സോ ഇത് കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ശ്രീ സഹ്യ സെമി ബ്രാഞ്ചിങ് ആണ്. 10 months ഡ്യൂറേഷൻ ആണ്. മൊസൈക്ക് വൈറസിന് ടോളറൻ്റ് ആണ്. 30% സ്റ്റാർച്ച് ഉണ്ട്. ഓക്കെ, അടുത്ത് ശ്രീ പ്രകാശ് വരുമ്പോൾ നമ്മൾ അടുത്ത് മാർക്ക് ചെയ്തതാണ് 7 months ഡ്യൂറേഷൻ ഉള്ളതാണ്. അതായത് ഡ്യൂറേഷൻ കുറച്ച് കുറവാണ്, പെട്ടെന്ന് ഈൽഡ് കിട്ടും. ആൻഡ് പെർ ഹെക്ടർ നമുക്ക് 30 to 40 ടൺ വരെ എന്ത് കിട്ടും, ഈൽഡ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ കൽപ്പാക്കയാണ്. കൽപ്പാക്കയ്ക്ക് നമുക്ക് 2 മാർക്കിംഗ് ഉണ്ട്. ഇത് നോൺ ബ്രാഞ്ചിങ് കാറ്റഗറിയാണ്. പിന്നെ റെഡ് മാർക്ക് ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? നമ്മൾ ഇത് നോൺ ബ്രാഞ്ചിങ് ആയതുകൊണ്ടും, പിന്നെ ബ്ലൂ മാർക്ക് ചെയ്ത് നമ്മൾ ഡ്യൂറേഷൻ കുറവാണ്, 6 months എടുക്കത്തുള്ളൂ. അപ്പോൾ നോൺ ബ്രാഞ്ചിങ് ആണ്, 6 months ഡ്യൂറേഷനേ ഉള്ളൂ. പിന്നെ ഇന്റർക്രോപ്പിംഗ്, ഈ അലൂവിയൽ സോയിൽസിൽ ഇന്റർക്രോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇടവേളയായിട്ട് നമ്മളിത് ഈ ഒരു വെറൈറ്റീനെ അലൂവിയൽ സോയിൽസിൽ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് ശ്രീജയ. ശ്രീജയ 7 months ഡ്യൂറേഷൻ ആണ്. ശ്രീജയും അടുത്തടുത്ത് കിടക്കുന്നതാണ്. 6 to 7 months ഡ്യൂറേഷൻ ആണ് രണ്ടുപേർക്കും. കുക്കിംഗ് ക്വാളിറ്റി രണ്ടുപേരുടേത് എക്സലന്റ് ആണ്. പിന്നെ സ്റ്റാർച്ച് പെർസെൻറ്റേജിലാണ് വരുന്നത്. ശ്രീജയയ്ക്ക് 24 to 27% നിൽക്കുമ്പോൾ ശ്രീവിജയ ഇതിന്റെ എൻഡിങ് പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. 27 to 30% സ്റ്റാർച്ച് ഉണ്ട്. രണ്ടിലും സൈനജന്റെ അളവ് കുറവാണ് കാണപ്പെടുന്നത്. അപ്പം ഈ സൈനജൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, CN ട്വൈസ് എന്ന് പറഞ്ഞിട്ട്, കാർബൺ നൈട്രൈഡ് ആണ് കേട്ടോ. ഇപ്പോൾ കാർബൺ നൈട്രൈഡ്സ് മാത്രം നമുക്ക് അതിൻ്റെ ഹയർ ക്വാളിറ്റി കൺസംഷൻ ഒന്നും, അതായത് ഹയർ ക്വാണ്ടിറ്റിയിലുള്ള കൺസംഷൻ ഒന്നും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അപ്പം സൈനജൻസ് കുറഞ്ഞിരിക്കണം. മേ ബി അതിൽ ആ വെറൈറ്റിയുടെ ഒരു പ്രത്യേകതയാവും, ഇല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ, അതായത് അതിൽ ചിലപ്പോൾ സസെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ഡിസീസസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിൽ ചിലപ്പോൾ ഈ കണ്ടന്റ് കൂടുതലായിരിക്കും. അങ്ങനെ ചിലപ്പോൾ ക്രോപ്പിൽ വരാം. ഏതായാലും ശ്രീവിജയയിലൊക്കെ സൈനജൻസിൻ്റെ അളവ് കുറച്ച് കുറവാണ്. പിന്നെ അടുത്ത് വരുന്നതാണ് ശ്രീഹർഷയും നോർമൽ 10 months ഡ്യൂറേഷൻ ആണ്. കുക്കിംഗ് ക്വാളിറ്റി അത്യാവശ്യം നൈസാണ്.
നോൺ ബിറ്റർ ആണ്, അതായത് കയ്പൊന്നുമില്ല. 34-36% സ്റ്റാർച്ച്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് കണ്ടന്റ് പറഞ്ഞത് ശ്രീഹർഷയിലാണ്, അത് നോട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് നിധി എന്ന് പറഞ്ഞിട്ട് ഹൈ ഈൽഡിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടെണ്ണം ഹൈ ഈൽഡിങ് ആയിട്ടുള്ള രണ്ടെണ്ണം മാർക്ക് ചെയ്ത്. ഇപ്പോൾ ആകെ മൊത്തത്തിൽ കുറേ പോയിന്റ്സ് മാർക്കിംഗ് ആയി, ബട്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. രണ്ടെണ്ണം നമ്മൾ ഹൈ ഈൽഡിങ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്, നിധിയും വെള്ളായണി ഹ്രസ്വ. അപ്പോൾ നിധി എന്ന് പറയുന്നത് ഹൈ ഈൽഡിങ് ആണ്, വളരെ ചെറിയ ടൈമിൽ നമുക്ക് ഈൽഡ് കിട്ടും, 5.5 to 6 months കിട്ടും. പിന്നെ മൊസൈക് വൈറസിന് ടോളറന്റ് ആണ്. സ്റ്റാർച്ച് പെർസെൻറ്റേജ് ഏകദേശം 30% അടുപ്പിച്ചുണ്ട്, 26.8% ആണ് സ്റ്റാർച്ച് പറയുന്നത്. പിന്നെ ഹൈഡ്രജൻ സയനൈഡ് 20 ppm ഉണ്ട്. ഹൈഡ്രജൻ സയനൈഡ് 20 ppm പാർട്സ് പെർ മില്യണിൽ അതിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് എ സേഫ് കൺസംഷൻ ലിമിറ്റ്, അത് കുഴപ്പമില്ല. നമ്മൾ റെഗുലർ യൂസിനില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഓക്കെ ആയിട്ട് നമുക്ക് പോവാം. പക്ഷേ ഹൈഡ്രജൻ സയനൈഡ് ഒന്നും നമ്മൾ ഈ സയനൈഡ് ഫോംസിലുള്ള കോമ്പൗണ്ട്സ് ഒന്നും അധികം നമ്മൾ കൺസംഷന് യൂസ് ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഓക്കെ. അടുത്ത് വെള്ളായണി ഹ്രസ്വയുടെ കാര്യം പറയുകയാണെങ്കിലും സെയിം ആണ്, ഹൈ ഈൽഡിംഗ് ആണ്. 5 to 6 months ഡ്യൂറേഷനിൽ നമുക്ക് വിളവ് കിട്ടും. കുക്കിംഗ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതിനേക്കാളും 1% കൂടുതലാണ്, 26.8 എന്നുള്ളത് 27.8 ആയിട്ടാണ് ഈ ഹൈ ഈൽഡ് വെറൈറ്റിയിൽ നമുക്ക് സ്റ്റാർച്ച് കണ്ടന്റ് കാണാൻ പറ്റുന്നത്. ഇതിന് സയനജൻ 53 ppm ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ചില ഡിഫറെൻറ്റ് യുണീക്ക് പോയിന്റ്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ബാക്കി എല്ലാത്തിലും നിങ്ങൾ ഇതിനും വേണമെങ്കിൽ ഒരു ടേബിൾ വരച്ചിട്ട് വെറൈറ്റീസിന്റെ പേര് എഴുതുക, ടൈം ഡ്യൂറേഷൻ എടുക്കുക, ബ്രാഞ്ചിങ് എഴുതുക, സ്റ്റാർച്ച് കണ്ടന്റ് എഴുതുക. പിന്നെ അഡീഷണൽ കമന്റ്സ് എന്ന് പറഞ്ഞിട്ട് 1-2 എഴുതിയാൽ ഈ ചിലതിനൊക്കെ ഈ അഡീഷണൽ പോയിന്റ്സ് പറഞ്ഞു, ഇപ്പോൾ സയനജന്റെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഈൽഡിന്റെ കാര്യം പറഞ്ഞു, വൈറ്റമിൻ എയുടെ കാര്യം പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. സോ അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഒത്തിരി നിങ്ങൾക്ക് ടേംസ് വരുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി ഈസിയർ. പിന്നെ ഒരു വരുന്ന ലാസ്റ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ക്രോസ് ഹൈബ്രിഡ്സ് ആണ്. 2 ടോപ്പ് ക്രോസ് ഹൈബ്രിഡ്സ് ആണ്, ശ്രീരേഖയും ശ്രീപ്രഭയും. എഗെയിൻ 10 month ഡ്യൂറേഷൻ ആണ് രണ്ടുപേർക്കും. സ്റ്റാർച്ച് കണ്ടന്റ് രണ്ടുപേർക്കും 26 to 28 റേഞ്ച്, ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. പിന്നെ കുക്കിംഗ് ക്വാളിറ്റിയും അത്യാവശ്യം ഓക്കെ ആണ്. ശ്രീരേഖയ്ക്ക് ഗുഡ് ആണ്, ശ്രീപ്രഭ ഗുഡ് ക്വാളിറ്റിയാണ്. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. സോ ഇങ്ങനെയാണ്, ഇത്രയും വെറൈറ്റീസ് ആണ്, ഇങ്ങനെ 15 വെറൈറ്റീസ് ആണ് നമുക്ക് ടപ്പിയോക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തൊക്കെയായിരുന്നു? ഈ ഒരു ക്രോപ്പിന്റെ ക്ലൈമറ്റിക് റിക്വയർമെന്റ്സ് നോക്കി, സോയിൽ നോക്കി, വെറൈറ്റീസ് നോക്കി. ഇനി ഇതിന്റെ പ്രൊപ്പഗേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രൊപ്പഗേഷൻ നമുക്കറിയാം, സാധാരണയായിട്ട് അതിന്റെ തണ്ട് കട്ട് ചെയ്തിട്ട്, അതായത് സ്റ്റെം കട്ടിങ്സിലൂടെയാണ് നമ്മളിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെച്ചോർഡ് ആയിട്ടുള്ള, അതായത് നല്ല മൂത്ത ചെടികൾ എടുത്തിട്ട് അതിന്റെ ഹെൽത്തി സ്റ്റെംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ കട്ടിങ് ടു സെറ്റ്സ് ഓഫ് 15 to 20 centimeter ലെങ്ത്. നമ്മൾ എപ്പോഴും 15 മുതൽ ഒരു 20 centimeter നീളമുള്ള കട്ടിങ്സ് ആണ് നമ്മൾ എടുത്തിട്ട് പുതിയ ചെടി പൊടിപ്പിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നഴ്സറിയിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മിനി സെറ്റ് പ്രൊപ്പഗേഷൻ എന്നിട്ട്. അപ്പം മിനി സെറ്റ് പ്രൊപ്പഗേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നഴ്സറിയിൽ നല്ല രീതിയിൽ നോക്കുന്ന ഒരു നഴ്സറിയിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാറുണ്ട്. ആൻഡ് ഇതിന് നമ്മൾ 2 node കട്ടിങ്സ് ആണ് എടുക്കുന്നത്. 2 node കട്ടിങ്സ് എന്ന് പറയുമ്പം ആ ഒരു സ്റ്റെമ്മിൽ എന്തുണ്ടാവും, 2 nodes എങ്കിലും കാണും. 2 nodes മതി, അത്രയും മതി. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അടുത്ത പുതിയ പ്രോജനി അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടതും ആ ഒരു ടെക്നിക്കാണ് മിനി സെറ്റ് പ്രൊപ്പഗേഷൻ. 2 node കട്ടിങ്സ് വെച്ചിട്ടുള്ള പുതിയ സാപ്ലിങ്സ് അല്ലെങ്കിൽ പുതിയ തൈകൾ നമ്മൾ നഴ്സറിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു, അതാണ് നമ്മൾ ഇനി അടുത്ത ഒരു ഈ ടപ്പിയോക്കയുടെ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് മെച്ചുവേർഡ് ആയിട്ടുള്ള ഡിസീസ് ഫ്രീ ആയിട്ടുള്ള സ്റ്റെംസ് ആണ്. അതായത് നല്ല മെച്ചുവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു സമയത്ത് സ്റ്റെമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അതിൻ്റെ ക്രോപ്പിൻ്റെ ട്യൂബേഴ്സ് എടുത്തിട്ട് ആ ടപ്പിയോക്കയുടെ കിഴങ്ങെടുത്ത ശേഷം ബാക്കി സ്റ്റെമ്മാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളവെടുക്കുന്ന സമയത്തുള്ള ആ മെച്ചുവേർഡ് ആയിട്ടുള്ള സ്റ്റെമ്മിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഡിസീസ് ഫ്രീ ആയിട്ടുള്ള അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിസീസ് ഫ്രീ ആയിട്ടുള്ള സ്റ്റെമ്മുകൾ എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പ്രിഫറബിളി ഫ്രം ഇൻഡെക്സ്ഡ് മെരിസ്റ്റം കൾച്ചർ.
ഏറ്റവും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ്ഡ് മെരിസ്റ്റം കൾച്ചറാണ്. അപ്പോൾ ഈ ഇൻഡെക്സ്ഡ് മെരിസ്റ്റം കൾച്ചർ നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല. ലൈക്ക് കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ടിഷ്യൂ കൾച്ചർ ടെക്നിക്കാണ്, ഒരു ഇംപ്രൊവൈസ്ഡ് മോഡ് ഓഫ് പ്ലാന്റിൻ്റെ നമ്മൾ ടിഷ്യൂ കൾച്ചർ ടെക്നിക്കാണ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്ക്. ഇത് മെയിനായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ പറഞ്ഞു നമ്മൾ എടുക്കുന്ന സ്റ്റെംസ് ഡിസീസ് ഫ്രീ ആയിരിക്കണം അല്ലേ. അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ്ഡ് മെരിസ്റ്റം കൾച്ചർ ഫോളോ ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് ഈ മെരിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ പ്ലാന്റിന്റെ ഗ്രോയിങ് പാർട്സിനെയാണ് നമ്മൾ മെരിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെടി താഴോട്ടും മേലോട്ടുമാണ് അല്ലെങ്കിൽ ടിപ്സിൽ നിന്നാണ് എന്ത് ചെയ്താൽ വളരുന്നത് അല്ലേ. ഇപ്പോൾ ഈ ലീവ്സ് ഏറ്റവും അറ്റത്തു നിന്ന് പിന്നെ റൂട്ടിന്റെ എൻഡുകളിൽ നിന്നുമാണ് ഈ ചെടി വളർന്നുകൊണ്ടിരിക്കുന്നത്, വലുതാകുന്നത് അല്ലേ. അപ്പോൾ ഈ ടിപ്സിലായിട്ട് നമ്മൾക്ക് ഭയങ്കര ആക്റ്റീവായിട്ട് റെപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കുറേ സെൽസ് ഉള്ളൊരു റീജിയൺ ഈ മെരിസ്റ്റം എന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മൾ എന്ത് ചെയ്യും, പ്രിഫറബിളി ഇവിടെ നിന്നുള്ള ഒരു ഈ റീജിയനെ ഫോക്കസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൾച്ചർ സെൽസ് എടുത്തിട്ട് അതിനെ കൾച്ചർ ചെയ്ത് പുതിയ ചെടിയാക്കുന്നത്. അപ്പം അങ്ങനെയും എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ ആ ഒരു സ്റ്റെം, അതായത് ടിപ്പിലോട്ട് വരുമ്പോൾ ഭയങ്കര ചെറിയ ലൈക്ക് കനം കുറഞ്ഞ സ്റ്റെം ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഗ്രോത്ത് ഫേസിലുള്ള ആ ഒരു കൾച്ചർ ചെയ്യാൻ ലൈക്ക് കാരണം ആ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻസ് ഈ ഇൻഡെക്സിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില വൈറസുകൾക്കൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം എടുത്ത് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ റെസിസ്റ്റൻ്റ് ആക്കി എടുക്കുന്നവരുണ്ട്. ടിഷ്യൂ കൾച്ചറിൽ പലപ്പോഴും നമ്മൾ ചെറിയ സെൽസിനെ ഒരു ന്യൂട്രിയൻ മീഡിയത്തിലിട്ട് എന്താണ് സെൽസ് ഡിവൈഡ് ചെയ്ത് ഒരു പുതിയ പ്ലാന്റ് ആക്കി എടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇൻഡെക്സ്ഡ് മെരിസ്റ്റം കൾച്ചർ, അതായത് എന്തെങ്കിലും വൈറസിന് റെസിസ്റ്റൻ്റ് ആയിട്ടാണെന്ന് നമ്മൾ ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും പ്ലാന്റിന്റെ ആ ഒരു മെരിസ്റ്റം എടുത്ത് കൾച്ചർ ചെയ്യുന്നതും ആകാം, അങ്ങനെ സ്റ്റെംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആകാം, ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള സ്റ്റെം എടുക്കാം. എന്തായാലും ഒരു കട്ടിങ് നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്, അതാണ് ഫസ്റ്റ് ടെക്നിക്ക്, നമ്മുടെ കട്ടിങ് എടുക്കുക. ഈ കട്ടിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, കട്ടിങ് എടുക്കുമ്പോൾ ടേക്ക് 2 നോഡ് കട്ടിങ്സ്. നേരത്തെ പറഞ്ഞല്ലേ 2 നോട്ട്സ് ഉള്ള കട്ടിങ് ആണ് എടുക്കേണ്ടത്. നല്ല ഷാർപ്പായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ടോപ്പ് 1/3 പോർഷൻ ഓഫ് ദി സ്റ്റെം ഈസ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഇൻ ദ മിനി സെറ്റർ ടെക്നിക്ക്. ഈ ടെക്നിക്കിൽ നമ്മൾ ആ ഒരു സ്റ്റെം എടുത്തല്ല, അതിന് 1/3 പോർഷൻ, അതിൻ്റെ കാൽഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, ഓൾമോസ്റ്റ് ഒരു കാൽഭാഗത്തിനേക്കാളും കൂടുതൽ 1/3 പോർഷൻ അല്ലേ. അപ്പോൾ 1/3 പോർഷൻ അതിന് എന്ത് ചെയ്യും, നമ്മൾ ഈ മിനി സെറ്റ് ടെക്നിക്കിലും ഫുള്ളും യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് കാണാമല്ലോ, കണ്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ചെടി കണ്ടോ, ഈ ചെടി ഇതിൽ നിന്ന് വളർന്നു വരുന്നത്, അതായത് ഒരു ടപ്പിയോക്ക പ്ലാന്റ് ഇതിൽ നിന്ന് വളർന്നു വരുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ, നമ്മളെ ഹോൾ സ്റ്റെമ്മിൻ്റെ ഒരു 1/3 പോർഷനിൽ നിന്നാണ് ഇത് പൊടിച്ചു വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ടിപ്പ് ഓഫ് ദി സ്റ്റെം 5 to 6 centimeter ലോങ് ഷുഡ് ബി കട്ട് കെയർഫുള്ളി ആൻഡ് പ്ലേസ്ഡ് ഇൻ വാട്ടർ ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. നമ്മൾ ഫസ്റ്റ് ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്തിനാ കെയർഫുൾ ആയിട്ട് വാട്ടറിൽ തന്നെ കൊണ്ടുവയ്ക്കണം, സോ ദാറ്റ് എന്തില്ല, ഇത് ഡീഹൈഡ്രേറ്റ് ആയി പോകാൻ പാടില്ല. ടിപ്പ് ഓഫ് ദ സ്റ്റെമ്മിനെയാണ് നമ്മൾ അങ്ങനെ കെയർഫുൾ ആയിട്ട് കട്ട് ചെയ്യുന്നത്. ടിപ്പ് ഓഫ് ദ സ്റ്റെം ഷുഡ് ബി കട്ട് കെയർഫുള്ളി ആൻഡ് പ്ലേസ്ഡ് ഇൻ ദ വാട്ടർ. കാരണം നമുക്ക് താഴോട്ട് ഇപ്പോൾ വേരിനോട്ട് അടുത്ത ഭയങ്കര കട്ടിയുള്ള സ്റ്റെം കിട്ടും, പക്ഷെ നമ്മൾ അതിനേക്കാളും കുറച്ചുകൂടെ ലൈക്ക് ഭയങ്കര ലൈക്ക് തിന്നായിട്ടുള്ളതും അല്ല, മെച്ചൂർഡ് ആയിട്ടുള്ള ചെടി ആകുമ്പോഴത്തേക്കും നമുക്ക് ടോപ്പ് പോർഷനിൽ തന്നെ ഏറ്റവും ആ മെരിസ്റ്റം റീജിയൻ മുകളിലോട്ടുള്ള പോർഷനിൽ തന്നെ നല്ല നല്ല സ്റ്റെം കട്ടിങ്സ് കിട്ടും. അപ്പം അതിനെ കട്ട് ചെയ്യുക, ഒരു 5 മുതൽ 6 സെൻറ്റിമീറ്റർ നീളമുള്ള സ്റ്റെമ്മായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വാട്ടറിൽ ഇങ്ങനെ വെക്കുക, ഡീഹൈഡ്രേറ്റ് ആകാതിരിക്കാൻ. ഫോർ ദ ടെൻഡർ പോർഷൻ ജസ്റ്റ് ബിലോ ദ ഗ്രോയിങ് ടിപ്പ് ടേക്ക് 4 node കട്ടിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് 2 node ടു അവോയ്ഡ് ഡ്രൈ. ഇനി ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ചെടിയുടെ ടോപ്പ് മോസ്റ്റ് പോർഷനിൽ എപ്പോഴും പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് കുറച്ചുകൂടെ ടെൻഡർ, അത്രയും മെച്ചോർഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആയിരിക്കും, കുറച്ചുകൂടെ ടെൻഡർ ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും ആ ചെടിയുടെ ഏറ്റവും മേളിലുള്ള പോർഷൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു സ്റ്റെം കട്ടിങ് എടുക്കുമ്പോൾ 2 നോട്ട്സിലല്ലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, 4 നോഡ് എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടെൻഡർ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 4 നോഡ് എടുക്കുമ്പോൾ മേളിൽ നിന്നായിരിക്കും അത് ഉണങ്ങി പോകുന്നത്, ബാക്കി 2 നോട്ട്സ് നമുക്ക് സേഫ് ആയിട്ട് കിട്ടും. സോ അതുകൊണ്ട് മേളിൽ നിന്ന് നമ്മൾ ഏറ്റവും മേളിൽ നിന്ന് എടുക്കുമ്പോൾ 4 നോഡ് കട്ടിങ്സും താഴോട്ട് മെച്ചോർഡ് ആയിട്ടുള്ള റീജിയനിൽ എടുക്കുമ്പോൾ 2 നോഡ് വെച്ചിട്ടുള്ള കട്ടിങ്സും ആയിരിക്കും എടുക്കുക. സോ സിംപ്ലി പറഞ്ഞാൽ നമുക്ക് കട്ടിങ്സ് എടുക്കുക 2 നോട്ട്സ് അല്ലെങ്കിൽ 4 നോട്ട്സ്. 4 നോട്ട്സ് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ആൻഡ് ഈ ടെൻഡർ പോർഷനും ഈ ടിപ്പും ഇതൊന്നും കൺഫ്യൂസ്ഡ് ആകണ്ട. ജസ്റ്റ് നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു കപ്പയുടെ ഈ ഒരു തണ്ടിന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കും. മേളിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ടെൻഡർ റീജിയൻ ആയതുകൊണ്ട് അത് കേടുവന്ന് പോകാതിരിക്കാൻ നമ്മൾ കുറച്ചുകൂടെ ലെങ്ത്തിനായിരിക്കും അത് കട്ട് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഇനി
ഈ കട്ടിങ്സ് ഇപ്പം നമ്മൾ എടുത്തു, ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന് നല്ല കട്ടിങ്സ് നോക്കി എടുത്തു. ഇനിയാണ് നമ്മൾ നഴ്സറിയിൽ കൊണ്ടുപോയി ഇതിനെ പൊടിപ്പിക്കാൻ പോകുന്നത്. അപ്പം നഴ്സറി പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്, നഴ്സറി പ്രിപ്പറേഷൻ. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഏരിയ ചൂസ് ചെയ്തിട്ട് വെൽ ഡ്രെയിൻഡ് സോയിലും ഇറിഗേഷൻ ഫെസിലിറ്റീസും ഒക്കെ ഉള്ള നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുക്കും, നല്ല സോയിലൊക്കെ വെച്ചിട്ട്. എന്നിട്ടൊരു ഷെയ്ഡ് നെറ്റ് ഹൗസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, ഒരു ഷെയ്ഡ് നെറ്റ് ഹൗസ് വിത്ത് 35% ഷെയ്ഡ് ഫ്രം ഒപ്റ്റിമൽ ജെർമിനേഷൻ ആൻഡ് ഗ്രോത്ത്. ഏകദേശം 35% ഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ഒപ്റ്റിമൽ ആയിട്ടുള്ള റിക്വയർമെന്റ് തന്നെ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിത് ജെർമിനേറ്റ് ചെയ്യുകയും ഗ്രോ ചെയ്യുകയും ചെയ്യും. പിന്നീട് നമ്മൾ റേസ്ഡ് ബെഡ്സ് ക്രിയേറ്റ് ചെയ്ത് വിത്ത് സോയിൽസ് ആൻഡ് മിക്സ്ചർ ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ. എന്നിട്ട് നമ്മൾ കുറച്ചൊരു ആ ഒരു നഴ്സറിയിൽ ഒരു റേസ്ഡ് ബെഡ് ഉണ്ടാക്കും. അത് മണ്ണിട്ട് നിറച്ചൊരു ബെഡ് ഉണ്ടാക്കും. സോയിലും സാൻഡും ഈക്വൽ അളവിലെടുത്തിട്ട്, മണലും ഒരുപോലെ അളവിലെടുത്ത് നമ്മളൊരു ബെഡ് ഉണ്ടാക്കും. എന്നിട്ട് 1 ഹെക്ടറിൽ പ്ലാന്റ് ചെയ്യാൻ, ഇപ്പം നിങ്ങൾക്ക് 1 ഹെക്ടറാണ് നിങ്ങളുടെ കൃഷിഭൂമിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് നടാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സിന് എണ്ണം എന്ന് പറയുന്നത് ഒരു 220 സ്ക്വയർ മീറ്റർ സ്പേസ് ഉള്ള നഴ്സറി നിങ്ങൾക്ക് ഉണ്ടാക്കണം. എന്നാലേ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഈ ടപ്പിയോക്കയുടെ തൈകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രേ ഉണ്ടാവണം. 1 ഹെക്ടറിന് 220 സ്ക്വയർ മീറ്റേഴ്സിൻ്റെ വലിപ്പമുള്ള ഒരു നഴ്സറി ഉണ്ടാവണം. പിന്നെ നമ്മൾ 2 നോഡ് കട്ടിങ്സ് എടുത്തല്ലോ സ്റ്റെംസ്, അതിനെ ഹൊറിസോണ്ടലി വെക്കും എബൌട്ട് 5 സെന്റിമീറ്റർ ഡീപ്പ്. ഇത് കണ്ടോ, ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് വെർട്ടിക്കലി വെക്കും അല്ലേ, സാധാരണ കണ്ടിട്ടുള്ളത് നമ്മൾ ഈ സ്റ്റെമ്മിനെ വെർട്ടിക്കലി വെച്ചാണ് ഇത് വളർന്ന് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്കിൽ നമ്മളിതിനെ ഹൊറിസോണ്ടലി ചരിച്ച് നമ്മൾ മണ്ണിൽ നൂത്ത് തന്നെ ഇങ്ങനെ കിടത്തും. എന്നിട്ട് 5 സെന്റിമീറ്റർ ആഴത്തിൽ ഇതിനെ കുഴിച്ചു വെക്കും വിത്ത് ബഡ്സ് ഫേസിങ് ഈതർ സൈഡ്. അപ്പോൾ 2 സൈഡിലും ബഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ബഡ്സ് മേളിലോട്ട് സോയിലിനെ ഫേസ് ചെയ്യും, ചില ബഡ്സ് മണ്ണിൻ്റെ അകത്തും ആയിരിക്കും. പ്ലാന്റ് ടിപ്പ് കട്ടിങ്സ് 4 നോട്ട് ടോപ്പ് സെറ്റ്സ് ഇറക്റ്റഡ് പ്ലാന്റ് ടിപ്പ് കട്ടിങ്സ് ആൻഡ് 4 നോട്ട് ടോപ്പ് സെറ്റ്സ് ഇറക്റ്റഡ് 5 സെന്റിമീറ്റർ ബൈ 5 സെന്റിമീറ്റർ സ്പേസിങ് ടു പ്രിവെന്റ് ഡീക്കേ. പിന്നെ നമ്മൾ ടോപ്പിൽ നിന്ന് എടുത്ത്, അതായത് ടിപ്പ് പോർഷനിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് കട്ടിങ്സ് എടുത്തില്ലേ, അതിനെയൊക്കെ നമ്മൾ നൂത്ത് തന്നെ വെക്കും. ഇല്ലെങ്കിൽ ഈ 4 നോഡ് നമ്മൾ സെറ്റ് എടുത്തില്ലേ, സ്റ്റെം കട്ടിങ്സ് എടുത്തില്ലേ, അതിനെയും നമ്മൾ വെർട്ടിക്കലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്, ഈ ഹൊറിസോണ്ടലായിട്ട് വയ്ക്കത്തില്ല. ആൻഡ് ഓരോന്നിൻ്റെ ഇടയിലും സ്പേസ് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആ ഒരു സ്പേസിങ്ങിലാണ് നമ്മൾ വെക്കുന്നത് ഈ നഴ്സറി ബെഡിൽ അടുക്കി. ബാക്കിയെല്ലാം ഹൊറിസോണ്ടലായിട്ടും ഈ 4 നോഡ് അല്ലെങ്കിൽ നീളം കൂടിയതും പ്ലാന്റ് ടിപ്പിൻ്റെ കട്ടിങ്സും ഒക്കെ വെർട്ടിക്കലായിട്ട് വെക്കും. എന്നിട്ട് ഈ മിനി സെറ്റുകളെല്ലാം എന്ത് ചെയ്യും, ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ സ്പ്രൗട്ട് ചെയ്യും, അതിൽ തിളന്തൊക്കെ വരാനായിട്ട് തുടങ്ങും. ആൻഡ് ഓൾസോ മൊസൈക്ക് വൈറസിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉള്ള ഏതെങ്കിലും തൈകളുണ്ടെങ്കിൽ അതിനെ എടുത്ത് നമ്മൾ ആദ്യമേ അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 3-4 ആഴ്ചയാകുമ്പോൾ ഇതിനെ നമ്മൾ ഫീൽഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ അപ്ലൈങ് ദ റെക്കമെൻഡഡ് മാനുവൽ ഇൻ ദ മെയിൻ ഫീൽഡ് ക്രിയേറ്റ് റിഡ്ജസ് ഓഫ് 30 സെന്റിമീറ്റർ ഹൈറ്റ് വിത്ത് 45 സെന്റിമീറ്റർ സ്പേസിങ് ബിറ്റ്വീൻ ദ. കറക്റ്റ് മാനുവറൊക്കെ ഇട്ട് ഫീൽഡ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ കുറച്ച് കൂനകൾ ഉണ്ടാക്കുക. റിഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹൈറ്റ് കൂടി, ഇവിടെ ഒരു കുഴി ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഇങ്ങനെ ഒരു ഹൈറ്റ് നമ്മൾ മണ്ണുണ്ടാക്കും. അടുത്ത് വീണ്ടും ഒരു കുഴി കാണും, വീണ്ടും ഹൈറ്റിന് ഇങ്ങനെ കുറേ മണ്ണ് പൊക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ആയിരിക്കും ഇങ്ങനെ ഓരോ തൈകളായിട്ട് നട്ടു വെക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ ചെയ്ത് കണ്ടിട്ടുള്ളത്, കപ്പയൊക്കെ നട്ട് കണ്ടിട്ടുള്ളത് അല്ലേ. അതാണ് അവരിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, റിഡ്ജസ് ക്രിയേറ്റ് ചെയ്യുക. റിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഹൈറ്റിന് നമ്മളിങ്ങനെ പൊക്കി മണ്ണിനെ വയ്ക്കുന്നതിനാണ് റിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ 30 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള റിഡ്ജും വിത്ത് 45 സെന്റിമീറ്റർ സ്പേസിങ് ബിറ്റ്വീൻ ദം. ഈ ഹൈറ്റിൽ ഒരു സ്റ്റെമ്മ് വെച്ചിട്ട് 45 സെന്റിമീറ്ററിന് കഴിഞ്ഞിട്ട് വേണം അടുത്തത് വയ്ക്കാൻ. ഓക്കെ, അങ്ങനെ വയ്ക്കാം. എന്നിട്ട് പ്ലാന്റ് ദ മിനി സെറ്റ്സ് ഓൺ ദ റിഡ്ജസ് അറ്റ് 45 സെന്റിമീറ്റർ സ്പേസിങ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, 45 സെന്റിമീറ്റർ സ്പേസിങ്ങിലായിരിക്കുന്ന റിഡ്ജസ് വയ്ക്കാം. പിന്നെ ചിലർ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് കൂട്ടാതെ ഒരു ഹീപ്പ് എടുക്കും, എന്നിട്ടൊരു സ്പേസ് വിട്ടിട്ട് വീണ്ടും ഒരു ഹീപ്പ് എടുക്കും, അങ്ങനെയും വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെയും 45 സെന്റിമീറ്ററാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, പ്ലാന്റിനെ വെക്കും. സോ വിച്ച് എവർ സ്യൂട്ടബിൾ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ മിനിസെറ്റ് ടെക്നിക് ഇൻക്രീസസ് ദ മൾട്ടിപ്ലിക്കേഷൻ റേഷ്യോ ടു 1:60 കമ്പയർഡ് ടു ദ ട്രഡീഷണൽ മെത്തേഡ് 1:10. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റേഷ്യോ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് ഈ മിനിസെറ്റ് പ്ലാന്റിംഗ് ടെക്നിക്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഈൽഡ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു ടെക്നിക്ക് ഇപ്പം യൂസ് ചെയ്ത് കൂടുതൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ കൃഷികളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ ചെടികളുടെ വിളവ്, അതായത് ഫസ്റ്റ് സീഡ്ലിങ്സ് ഒക്കെ ഈ ഒരു ടെക്നിക്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. സോ അതൊരു ചെറിയൊരു ചേഞ്ചാണ് ടപ്പിയോക്ക പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, സ്റ്റെം കട്ടിങ് എടുത്തു, അതിൽ നിന്ന് ചെറിയ തൈയൊക്കെ മുളപ്പിച്ച് വെച്ചു. ഇനി നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ നടാൻ വേണ്ടിയിട്ട് അല്ലേ, ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മുതൽ 3 തവണ വരെ മണ്ണ് ഇളക്കിയിട്ട്
dig 25 to 30 centimeter depth for a porous field. നമ്മൾ ഒരിടത്ത് റിഡ്ജ് മണ്ണിട്ട് ഇങ്ങനെ പൊക്കുന്നുണ്ടെങ്കിൽ ബാക്കി സൈഡിൽ കുഴിവ് പോലെ ആകും അല്ലേ. അപ്പോൾ ആ കുഴിവുള്ള സ്ഥലത്ത് നമ്മൾ മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇറിഗേഷൻ ചെയ്യാനും മാനുവർ ഇട്ട് കൊടുക്കാനും ഒക്കെ ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ മിനി സെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റിഡ്ജസ് 30 സെന്റിമീറ്റർ ഹൈ വിത്ത് 45 സെന്റിമീറ്റർ സ്പേസിങ് ബിറ്റ്വീൻ റിഡ്ജസ് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് കുഴിക്കും 25 to 35 സെന്റിമീറ്റർ ഡെപ്തിലുള്ള കുഴികൾ കുഴിച്ച് ഒരു പോറസ് ഫീൽഡ് പോലെ ആക്കും. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഈ റിഡ്ജ് പോലെ ഉണ്ടാക്കി വെക്കാതെ ഇവർ ജസ്റ്റ് ഇങ്ങനെ കുഴിക്കും, പിന്നെ ഒരിടത്ത് മണ്ണ് കൂട്ടും, വീണ്ടും കുഴിക്കും, വീണ്ടും മണ്ണ് ഹൈറ്റിനാക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ് ഈ ഒരു സ്പേസിങ് ഓർത്ത് വെച്ചേക്ക് 30-45. പിന്നെ ഏതാണ് ബെസ്റ്റ് സീസൺ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഏപ്രിൽ മുതൽ മെയ്യും സെപ്റ്റംബർ ഒക്ടോബറും ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. പിന്നെ ഓൾസോ നമുക്ക് ഫെബ്രുവരി ഏപ്രിൽ പറയുന്ന ഈ ഒരു ടൈമിലും, അതായത് ഇതിൽ ഇൻക്ലൂഡ് ആകാത്ത ടൈമാണ് ഫെബ്രുവരി ടു ഏപ്രിൽ ടൈം. അപ്പോൾ അപ്പോഴും നമുക്ക് ആക്ച്വലി നല്ലൊരു ക്ലൈമറ്റിക് കണ്ടീഷൻ ഈസ് ഗുഡ്. പക്ഷേ ഇറിഗേഷൻ കൊടുക്കേണ്ടി വരും. ബാക്കി സമയത്ത് നമുക്ക് അത്രയ്ക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ടി വരില്ല. ലൈക്ക് നമ്മൾ ചെടി നടുന്ന സമയത്ത് മാത്രമായിരിക്കും നമുക്ക് കുറച്ച് ഇറിഗേഷൻ കൊടുക്കേണ്ടി വരിക. ബാക്കി സമയത്ത് ഉള്ള വെള്ളം വെച്ച് തന്നെ എന്ത് ചെയ്യും നല്ല രീതിയിൽ വളർന്നോളും. സോ ഇറിഗേഷൻ ഉണ്ടെങ്കിൽ ഫെബ്രുവരി ടു ഏപ്രിൽ മന്ത്സിൽ നമുക്ക് ടപ്പിയൊക്കെ വിളവെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി ചെയ്യുന്നത് ഏപ്രിൽ ടു മെയ് ആൻഡ് സെപ്റ്റംബർ ടു ഒക്ടോബർ ടൈമിലാണ്. പിന്നെ ഏപ്രിൽ മെയ് പ്ലാന്റിംഗ് ഈസ് പ്രിഫേർഡ് ഫോർ മാക്സിമം ട്യൂബർ പ്രൊഡക്ഷൻ. ഏറ്റവും നന്നായിട്ട് ട്യൂബർ നമുക്ക് ഈൽഡ് കിട്ടണമെങ്കിൽ ഏപ്രിൽ മെയ് സമയത്ത് ചെടി നടുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഏപ്രിൽ മെയ്യിലായിരിക്കും പ്ലാന്റിങ്ങിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെടി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തു, ചെടി നട്ടു, ലാൻഡ് പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ ചെടി നട്ട് കഴിഞ്ഞു മാനൂർ കൊടുക്കണം. മാനൂർ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാറ്റൽ മാനൂർ ഓർ കോമ്പോസ്റ്റ് അറ്റ് 12.5 tons per hectare. 12.5 കിലോ അല്ല, ടണ്ണ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ കാറ്റൽ മാനൂർ നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൊടുക്കാറുണ്ട്. ഓർ പിറ്റ് ഫില്ലിംഗ് ടു പ്രൊവൈഡ് അപ്രോക്സിമേറ്റ്ലി 1 kilogram ഓഫ് ഓർഗാനിക് മാനൂർ പെർ പ്ലാന്റ്. ഇല്ലെങ്കിൽ പിറ്റ് ഫില്ലിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പം നമ്മൾ ഈ കുഴിയൊക്കെ നിമത്തിയിട്ട് ലൈക്ക് ഓൾറെഡി ഒരു കൃഷി നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയം ഇതിന് സ്യൂട്ടബിൾ ആക്കി എടുക്കണമല്ലോ. അപ്പോൾ വെറും മണ്ണായിട്ട് കിടക്കുന്നിടത്ത് ഇപ്പോൾ പിറ്റ് പോലെ മണ്ണ് നിറച്ച് മൂടിയിട്ട് ഓൾറെഡി അവിടെ ചിലപ്പോൾ മണ്ണ് കുറവായിരിക്കും, അപ്പോൾ മണ്ണൊക്കെ ഇട്ട് മാനുവറൊക്കെ ഇട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കാൻ ഈ കമ്പോസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് അപ്ലൈ N/P2O5 റേറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ വെറൈറ്റി. ഏതാണ് വെറൈറ്റി യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. മാനൂർ ചെയ്യുമ്പോൾ നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പോസ്റ്റും കാറ്റൽ മാനൂറും കൊടുക്കാറുണ്ട്. ബാക്കി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ് അടുത്തൊരു ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ അതിൽ H97, H226 ഇതിന് 75:75 കിലോഗ്രാം പെർ ഹെക്ടർ ആണ് നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ആ ഒരു ആപ്ലിക്കേഷൻ ക്വാണ്ടിറ്റി. H165 ആൻഡ് ശ്രീവിശാഖം, ശ്രീ സഹ്യ ഇതിൽ 100:100:100 ആണ്. ഇനി M4 ബാക്കി ലോക്കൽ വെറൈറ്റീസിൽ 50:50:50. ഏറ്റവും കുറവ് M4 ലോക്കൽ വെറൈറ്റീസിനാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് H165, ശ്രീവിശാഖം, ശ്രീ സഹ്യ. പിന്നെ ഓൾസോ നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് 3 സ്പ്ലിറ്റ് ഡോസസ് ആയിട്ട് കൊടുക്കും. അതായത് ഫസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് അതിന് നമ്മൾ ഒറ്റയടിക്ക് ഇത് കൊടുക്കത്തില്ല, എപ്പോഴും കുറച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 3 ഡോസ് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഡോസ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ബേസ് നമ്മൾ പ്ലാന്റ് ഈ ഒരു ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ചെടി നടുന്ന സമയത്തായിരിക്കും നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ പ്ലാന്റ് ചെയ്ത ശേഷം ഒരു 2 months കഴിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ 1/3 3 months ആഫ്റ്റർ പ്ലാന്റിങ്, പിന്നെ 3 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ തുടക്കത്തിൽ കൊടുക്കും, പിന്നെ 2 മാസം കഴിയുമ്പോൾ കൊടുക്കും, 3 മാസം കഴിയുമ്പോൾ കൊടുക്കും. അങ്ങനെ 3 ഡോസ് ആയിട്ടാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ ടപ്പിയോക്ക പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതായത് സ്പ്ലിറ്റ് ഡോസസ് ഓഫ് N and K2 and 3 ആപ്ലിക്കേഷൻസ് റെഡ്യൂസ് P2O5 ആഫ്റ്റർ 3 years ഓഫ് ഫുൾ ഡോസ് ആപ്ലിക്കേഷൻ. നമ്മളപ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ 3 ലെവലായിട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഫോസ്ഫറസിൻ്റെ അളവ് കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. സോ അത്രയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്. ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള രീതി വരുന്നത്. ഇപ്പോൾ ഈ ക്രോപ്പ് എന്നല്ല, പൊതുവെ എല്ലാ ക്രോപ്സിലും നൈട്രജൻ ആണ് പൊതുവെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഡോസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, സോ ദാറ്റ് ബെറ്റർ ഈൽഡ് കിട്ടാനും ബെറ്റർ ആയിട്ട് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ജനറലി ഫെർട്ടിലൈസേഴ്സിന് അങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പലപ്പോഴും ഭയങ്കര ഹയർ ഈൽഡ് തരുന്നത് കൊണ്ട് തന്നെ, അതും ഈ ക്രോപ്പിനൊന്നല്ല, ഇന്ന വെറൈറ്റിക്കൊന്നുമല്ല,
എല്ലാത്തിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സോ നമുക്ക് ടപ്പിയോക്കയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മാനുവറിങ്ങിൽ എന്തൊക്കെയാണ് മാനുവറായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ല എന്തൊക്കെയെന്നല്ല ഈ കോൺസെൻട്രേഷൻ എത്രയെന്നുള്ളത്, ആ ഒരു ക്വാണ്ടിറ്റി അളവാണ് നമുക്കിവിടെ അറിയേണ്ടത്. അപ്പോൾ H9 ഇവിടെ യൂസ് ചെയ്യുന്ന 3 ലെവൽസ് ഉണ്ട്, 3 നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ചില വെറൈറ്റീസ് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് P2O5 ഡോസ് ബൈ ഹാഫ് ഇഫ് ഗ്രോയിങ് ടപ്പിയോക്ക കണ്ടിന്യൂസ്ലി ഫോർ ഓവർ 3 years ടു പ്രിവെന്റ് സോയിൽ ഫോസ്ഫറസ് ബിൽഡപ്പ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു മണ്ണിൽ ഒരു സ്ഥലത്ത് വീണ്ടും വീണ്ടും നമ്മൾ ടപ്പിയോക്ക തന്നെ നട്ടുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 3 വർഷത്തിൽ കൂടുതലൊക്കെ നമ്മൾ ടപ്പിയോക്ക തന്നെയാണ് ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ P2O5 അതായത് ഫോസ്ഫറസിന്റെ ഡോസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ലൈക്ക് ബാക്കിയൊക്കെ പറഞ്ഞ് റെക്കമെൻഡഡ് ഡോസേജിൽ കൊടുത്തിട്ട് ഫോസ്ഫറസ് കുറച്ച് കൊടുക്കുക. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഫോസ്ഫർ കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ സോയിലിൽ ബിൽഡപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ടൈമും ഒരേ ക്രോപ്പാണ് നടുന്നത്. ടപ്പിയോക്ക അതിനെ 3 വർഷത്തിൽ കൂടുതലൊക്കെ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ നമ്മൾ അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ കുറച്ച് കൊടുക്കുക എന്നുള്ളത്. ഏകദേശം ഹാഫോളം കൊടുത്താൽ മതി എന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ പ്ലാന്റിങ്സ് അപ്ലൈ ഹാഫ് ഓഫ് നൈട്രജൻ, ഫുൾ ഫോസ്ഫറസ്, ഹാഫ് ഓഫ് പൊട്ടാസ്യം ഇനിഷ്യലി ഡ്യൂറിങ് ഫസ്റ്റ് ഡിഗിങ് ആൻഡ് വീഡിങ്. അപ്ലൈ ദ റെസ്റ്റ് 45 days ആഫ്റ്റർ പ്ലാന്റിങ് ഡ്യൂറിങ് ഇന്റർ കൾട്ടിവേഷൻ. നമ്മൾ ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടുന്ന പ്ലാന്റ്സ് ഉണ്ട്, അതിന് ഫോസ്ഫറസ് ഫുൾ എമൗണ്ട് കൊടുക്കുക, ബാക്കി നൈട്രജനും പൊട്ടാസ്യവും ഹാഫായിട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് ഒരു 3 ലെവൽ ഓഫ് ആപ്ലിക്കേഷൻസ് ഇല്ല, അതിൽ ഫസ്റ്റ് ഇനീഷ്യൽ ആപ്ലിക്കേഷനിലാണ് ഇങ്ങനെ പറയുന്നത്. നൈട്രജനും പൊട്ടാസ്യവും പകുതി കൊടുത്തിട്ട് ഫോസ്ഫറസ് ഫുള്ള് കൊടുക്കുക. പിന്നെ ബാക്കി അപ്ലൈ ദ റെസ്റ്റ് 45 days ആഫ്റ്റർ പ്ലാന്റിങ് ഡ്യൂറിങ് ഇന്റർ കൾട്ടിവേഷൻ. പിന്നെ നമ്മൾ ചെടി നട്ട ശേഷം ഇടയ്ക്ക് ഇന്റർ കൾട്ടിവേഷൻ ചെയ്യും. ഈ വീഡ്സിനെ എടുത്ത് കളയാനായിട്ട്, വേണ്ടാത്ത കളകൾ പൊടിച്ചു വരുന്നതിനൊക്കെ എടുത്ത് കളയാനായിട്ട് നമ്മൾ ഇന്റർ കൾട്ടിവേഷൻ ചെയ്യും അല്ലേ. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വരുന്ന ഇപ്പം നമ്മൾ നൈട്രജനും പൊട്ടാസ്യം ഹാഫേ കൊടുത്തുള്ളൂ, ബാക്കി ഹാഫ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ നടുന്ന ചെടികൾക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെയുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ വന്നത് കേരളത്തിൽ അസിഡിക് സോയിൽസിൽ നമ്മൾ നടുമ്പോൾ നമ്മൾ 50% ഈ പൊട്ടാസ്യത്തിലെ ഹാഫ് നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്തിട്ട് NaCl വെച്ചിട്ട് കൊടുക്കും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് 50% ഓഫ് ദ പൊട്ടാസ്യം റിക്വയർമെന്റ് വിത്ത് സോഡിയം ക്ലോറൈഡ്. ആസിഡിക് സോയിൽ ആകുമ്പോൾ നമ്മൾ പൊട്ടാസ്യത്തിന് വരെ സോഡിയം ക്ലോറൈഡ് കൊടുക്കും. പിന്നെ ശ്രീവിശാഖം എന്ന് പറയുന്ന വെറൈറ്റിയിൽ ഗ്രോൺ ആസ് എൻ ഇന്റർക്രോപ്പ് ഇൻ കോക്കനട്ട് ഗാർഡൻസ് യൂസ് N/P2O5 at 50:50:100 കിലോഗ്രാം പെർ ഹെക്ടർ. അപ്പോൾ ശ്രീവിശാഖം എന്ന് പറയുന്ന വെറൈറ്റി 50 ഇത് നമ്മൾ ഐ തിങ്ക് ഇവിടെ പക്ഷേ അത് ശ്രദ്ധിക്കുക, ശ്രീവിശാഖം എന്ന് പറഞ്ഞിട്ട് ശ്രീ സഹ്യയുടെ കൂടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഗാർഡൻസിൽ നമ്മൾ അതിനെ ഒരു ഇന്റർ ക്രോപ്പായിട്ട് നടുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കുറച്ച് മതി. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് നീഡ് 100:100:100 ആണ്. ഇവിടെ 50:50:50 ആണ് നമുക്ക് വരുന്നത്. സോ ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ നിങ്ങൾ നോക്കുക. പിന്നെ പറഞ്ഞ പോയിന്റ് എന്നല്ല, ഹയർ നൈട്രജൻ ലെവൽസ് ക്യാൻ ഇൻക്രീസ് സൈനോജെനിക് കണ്ടന്റ് ഇൻ ട്യൂബേഴ്സ്. പിന്നെ നൈട്രജന്റെ അളവ് കൂടാനും പാടില്ല. നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സിന് നൈട്രജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ട്യൂബറിൽ സൈനജൻ കണ്ടന്റ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ സൈനജൻസ് ആർ നോട്ട് അത്രയ്ക്കും ഹാർംഫുൾ, ബട്ട് സ്റ്റിൽ ഒരു കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബോഡിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സൈനജൻസ് ആർ ഹാർംഫുൾ. സോ നൈട്രജൻ കൂടുതലുണ്ടെങ്കിൽ ട്യൂബേഴ്സിൽ സൈനജൻ കണ്ടന്റ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ അതും നമ്മൾ അതനുസരിച്ച് വേണം നൈട്രജൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ ഉള്ളത് മൈക്രോ ന്യൂട്രിയൻ്റ് ആപ്ലിക്കേഷൻ ആണ്. മൈക്രോ ന്യൂട്രിയൻ്റ് ആപ്ലിക്കേഷൻ പറയുമ്പോൾ നമ്മൾ മഗ്നീഷ്യത്തിന് വേണ്ടിയിട്ട് മഗ്നീഷ്യം സൾഫേറ്റും സിങ്ക് ആവശ്യത്തിന് സിങ്ക് സൾഫേറ്റുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മണ്ണിലേക്ക് കൊടുക്കുന്നത്. മൈക്രോ ന്യൂട്രിയൻസ് നമുക്കറിയാം, പ്ലാന്റ്സിന് ആവശ്യമുള്ള പല ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ 2 മഗ്നീഷ്യവും സിങ്കും വരുന്നത്. അപ്പോൾ മഗ്നീഷ്യം വേണ്ടുന്നിടത്ത് മഗ്നീഷ്യം സൾഫേറ്റും സിങ്ക് വേണമെന്നുള്ളത് സിങ്ക് സൾഫേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇൻ സ്മോൾ ചാനൽസ് അറൌണ്ട് മൗണ്ട്സ് വിത്തിൻ 2 months ഓഫ് പ്ലാന്റിംഗ് വിത്ത് 2 week. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞാൽ മതി നമ്മൾ ഏത് സോഴ്സ് വഴിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, MGയും ZN. സോ ഇത്രയാണ് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ. അപ്പോൾ നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് മേജർലി ഇതാണ്.
ഈ പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്, ഏതൊക്കെ പ്രൊപ്പോർഷൻസിൽ നമ്മൾ കൊടുക്കുന്നു എന്നുള്ള. പിന്നെ നമ്മൾ ചെറിയ ജനറൽ കേസ് കഥ പോലെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇപ്പം ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടന്നെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അസിഡിക് സോയിലാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോക്കനട്ട് ഗാർഡനിൽ ഇന്റർക്രോപ്പ് ആയിട്ടാണ് ശ്രീവിശാഖം വെറൈറ്റി ചെയ്യണമെങ്കിൽ അങ്ങനെ കുറച്ച് എക്സെപ്ഷൻ കേസ് പോലെ ജസ്റ്റ് ഇങ്ങനെ കഥ പോലെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഓർക്കേണ്ടത് ഈ ഒരു കാറ്റഗറിയിലെ റിസൾട്ട്സ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെയുള്ളത് ഇറിഗേഷന്റെ കാര്യം. ഇറിഗേഷൻ വരുമ്പോഴത്തേക്കും റെയിൻഫെഡ് ക്രോപ്പാണ് അണ്ടർ വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് റെയിൻഫോൾ. നമ്മുടെ സീസണൽ ആയിട്ടുള്ള റെയിൻഫോൾ മതി ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. ജസ്റ്റ് നടുന്ന സമയത്തുള്ള ചെറിയൊരു ഇറിഗേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൂടുതൽ ഡ്രൈ ടൈം എല്ലാം നമുക്ക് കിട്ടുവാണ്, കൂടുതൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഡ്രൈ പീരീഡ്സ് ഉണ്ടെങ്കിൽ ഇറിഗേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇറിഗേഷൻ അത്യാവശ്യമായിട്ട് വരാറുണ്ട്. പിന്നെ ഫറോ ഇറിഗേഷൻ ഈസ് റെക്കമെൻഡഡ്. ഇന്റർവെൽസ് ഓഫ് 27 days in summer, 20 days in alternate furrow ഇറിഗേഷൻ. പിന്നെ ഇവിടെ നമ്മൾ ടപ്പിയോക്ക നമ്മൾ നടുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഫറോ ഇറിഗേഷൻ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫറോ നമ്മൾ സാധാരണ ഡയറക്റ്റ്ലി ചെടിക്ക് വെള്ളം നനയ്ക്കാതെ ഈ ചെടികൾ ഈ ടപ്പിയോക്ക നട്ടിരിക്കുന്നത് പലപ്പോഴും ഈ ഹൈറ്റിലാണ്, ചെറിയ ഇങ്ങനെ റിഡ്ജസ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മൗണ്ട് ഉണ്ടാക്കിയിട്ട് ആണ് നമ്മൾ അതിൽ ടപ്പിയോക്കയുടെ സ്റ്റെംസ് നട്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ താഴ്ന്ന ഒരു ചെറിയൊരു കുഴിവ് പോലത്തെ ഒരു ഏരിയ നമുക്ക് വരും. ഫറോസ് പോലെ അവർ ക്രിയേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കൃഷിയായിട്ട് ചെയ്യുമ്പോൾ ഒരു വരി ഇങ്ങനെ ഹൈറ്റ് എടുത്ത് വെച്ചിട്ട് ബാക്കി മണ്ണൊക്കെ അവിടെ കുഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഫറോ ഉണ്ടാവും. ഫറോ എന്ന് പറഞ്ഞാൽ ഒരു കുഴിവുള്ള റീജിയൻ. അപ്പോൾ ആ ഒരു ത്രൂ ഔട്ട് ദ ലെങ്ത് നമ്മൾ ആ ഒരു ഫറോയിലായിരിക്കും വെള്ളം ഇങ്ങനെ കടത്തി വിടുന്നത്. അതാണ് ഫറോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മർ ഡേയ്സിൽ നമ്മളൊരു 27 ദിവസം ഇന്റർവെല്ലിലൊക്കെ നമ്മൾ വെള്ളം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ 20 days in alternate ഫറോ ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫറോ ഇറിഗേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് ഇറിഗേഷന് വേണ്ടിയിട്ട്. അധികം ഇറിഗേഷൻ്റെ ആവശ്യമില്ല, പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫറോ ഇറിഗേഷൻ പ്രിഫർ ചെയ്യാറുണ്ട്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇന്റർക്രോപ്പിംഗ് ആണ്. ഇന്റർക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇടവിളകളാണ്. നമുക്ക് ഗ്രൗണ്ട് നട്ട് ക്യാൻ ബി ഇന്റർക്രോപ്ഡ് ഡ്യൂറിങ് ഏർലി സ്റ്റേജസ്. നമുക്ക് ഈ ഒരു കൃഷി കപ്പ നട്ട് തുടക്കത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ട് നട്ട് കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് കപ്പലണ്ടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ഇടവിളയായിട്ട് നടാനായിട്ട് പോസിബിൾ ആണ്. ഇതിൻ്റെ കുറച്ച് ഇടവിളയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെക്കമെൻഡഡ് വെറൈറ്റീസ് ഉണ്ട്. TMV2, TMV7, TG3, TG14 ആൻഡ് സ്പാനിഷ് ഇംപ്രൂവ്ഡ്. ഇങ്ങനെ 5 വെറൈറ്റീസ് ആണ് മെയിനായിട്ട് ഇന്റർക്രോപ്പിങ്ങിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാൻഡി ഏരിയസ് ആണെങ്കിൽ, അതായത് സോയിൽ കുറച്ച് സാൻഡി സോയിൽ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് കൗപ്പി, ഗ്രൗണ്ട് നട്ട്, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം ഇതുമൊക്കെ ഇന്റർക്രോപ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പ്ലാന്റിംഗ് മെത്തേഡ് ഇന്റർക്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് നട്ട് സീഡ്സ് ആർ സോൺ അറ്റ് 30 centimeter between the rows and 20 centimeter within the rows, allowing 2 rows of groundnut between each 2 rows of tapioca. അപ്പം നമ്മൾ 2 വരി ടപ്പിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചാലുണ്ടല്ലോ, ഒരു ഫറോ പോലെ ഉണ്ടാവില്ല, അവിടെ ആയിരിക്കും നമ്മൾ ഗ്രൗണ്ട് നട്ട് നടുന്നത്. ഏകദേശം ഒരു 30 centimeter. ആ ഗ്യാപ്പ് നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷെ നമ്മൾ നട്ട് വരുമ്പോഴത്തേക്കും 2 ടപ്പിയോക്കയുടെ വരിയുടെ ഇടയിൽ 2 വരി ഗ്രൗണ്ട് നട്ട് സീഡ്സ് നമുക്ക് നടാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സീഡ് റേറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ട്. റെക്കമെൻഡഡ് ആയിട്ടുള്ള സീഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40 to 50 kilograms ആണ് ഒരു ഹെക്ടറിൽ, വിത്ത് 1 സീഡ് പെർ ഹില്ല്. ഒരു ഹില്ലിൽ ഒരു സീഡ് എന്ന കണക്കിനാണ് ഈ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും സീഡ് സെലക്ട് ചെയ്യുമ്പോഴും മെച്ചുവർ ആൻഡ് ബോൾഡ് ആയിട്ടുള്ള സീഡ്സ് ആയിരിക്കും എടുക്കുന്നത്. മെച്ചുവർ ആൻഡ് ബോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള സീഡ്സ്. പിന്നെ സോയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്റർക്രോപ്പിങ്ങിന് നമ്മളിവിടെ സാധാരണ ലാട്രൈറ്റ് സോയിലാണല്ലോ, അത് കുറച്ച് അസിഡിക് നേച്ചറാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസൽ ഡ്രസ്സിങ് ചെയ്യാറുണ്ട്. അതായത് ആ ഒരു സോയിലേക്ക് ലൈം ആഡ് ചെയ്ത് കൊടുക്കും. 1000 kgs per hectare ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അസിഡിക് നേച്ചർ മാറി കുറച്ചൊന്ന് ന്യൂട്രലൈസ് ആകും. പിന്നെ അപ്ലൈ യൂണിഫോം ബേസൽ ഫെർട്ടിലൈസർ ഡോസ് ഓഫ് 50:100:50 kilogram ടു ബോത്ത് ദ ക്രോപ്സ്. നമ്മൾ ടപ്പിയൊക്കെ നട്ടിട്ടുണ്ട്, ഗ്രൗണ്ട് നട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ബേസൽ ഫെർട്ടിലൈസർ ഡോസ് ആയിട്ട് 50:100:50 കോൺസെൻട്രേഷനിലെ ഫെർട്ടിലൈസർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് കൊടുക്കാറുണ്ട്. അത് ടപ്പിയൊക്കെ മാത്രമല്ല ഗ്രൗണ്ട് നട്ടിനും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഇന്റർക്രോപ്പിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 month after groundnut sowing, apply 20 kg each of P2O5 and K2O and 10 kilogram of nitrogen per hectare along with earthing up. അപ്പോൾ ഇത് നമ്മൾ ക്രോപ്പ് നട്ട് കഴിഞ്ഞു. അപ്പോൾ ഗ്രൗണ്ട് നട്ടിന് നട്ടിട്ട് 1 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഫെർട്ടിലൈസറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ നൈട്രജൻ എന്ന് പറയുന്നത് 10 kg ആണ് പെർ ഹെക്ടർ കൊടുക്കുന്നത്.
ഫോസ്ഫറസും പൊട്ടാസ്യവും 20 kg കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കൂടെ മണ്ണിട്ട് മൂടുകയും കൂടെ ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ടും കൂടെ പുറത്തൂടെ മൂടും. ദെൻ അതിൽ അപ്പോഴത്തേക്കും തന്നെ ഈ ചെടിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോഡ് ഫോം ചെയ്യാൻ തുടങ്ങും. പോഡ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഈ ഗ്രൗണ്ട് നട്ട്സ് ഒരു പോഡിനകത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ പോഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോയിലിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്ത്, കാരണം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് പോഡ് കേട് വന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോഡ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ സോയിലിനെ അങ്ങനെ ഇളക്കാനോ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ കൂടുതൽ ഇട്ട് കൊടുക്കാനോ ഒന്നും ചെയ്യാറില്ല, അങ്ങനെ തന്നെ വെച്ചിരിക്കും. എന്നിട്ട് ഏകദേശം ഒരു 100, 105, 110 ദിവസത്തിനകത്ത് ഗ്രൗണ്ട് നട്ട് മെച്ചുവർ ആവുകയും ചെയ്യും. അപ്പോൾ ഹാർവെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും വി ഇൻകോർപ്പറേറ്റ് ഹോൾസ് ഇൻ ടു സോയിൽ ആൻഡ് അപ്ലൈ 50 kg ഈച്ച് ഓഫ് നൈട്രജൻ ആൻഡ് പൊട്ടാസ്യം ആസ് ടു ടോപ്പ് ഡ്രസ്സിങ് ഫോർ ടപ്പിയോക്ക. അപ്പം നമ്മുടെ ടപ്പിയോക്ക അപ്പോഴും വളർന്നിട്ടുണ്ടാവില്ല. നമ്മുടെ ഗ്രൗണ്ട് നട്ട് അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വിളവെടുക്കാൻ ടൈമായി ഹാർവെസ്റ്റ് ചെയ്യും. ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സോയിലിൻ്റെ മേൽ, അതായത് ഇപ്പോൾ ട്യൂബർ ക്രോപ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് അതിൻ്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഈ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് പോർഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ടുള്ള സോയിലിൻ്റെ മേളിലോട്ടുള്ള റീജിയൻ്റെ ചെടി ഭാഗം, അതായത് ഇലകളും തണ്ടുകളും ഒക്കെയാണ് നമ്മൾ ഈ ഹോൾം എന്ന് പറയുന്നത്. ഈ സ്റ്റെമ്മ്, ലീഫ്, എസ്പെഷ്യലി നമ്മൾ ഈ പൊട്ടറ്റോ പോലത്തെ ട്യൂബർ ക്രോപ്സ് ഒക്കെ പറയൂലേ, റൂട്ട് ക്രോപ്സ് പറയില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ ഗ്രൗണ്ടിൻ്റെ മേളിലുള്ള പാർട്സിനെ നമ്മൾ ഹോൾം എന്ന് പറയും. അപ്പം നമ്മൾ ഗ്രൗണ്ട് നട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അതിൻ്റെ ചെടി ഭാഗമൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അവിടെ സോയിലിൽ തന്നെ ഇട്ടിരിക്കും. എന്നിട്ട് കുറച്ച് നൈട്രജനും പൊട്ടാസ്യവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ സോയിൽ അവിടെ കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒരു മാനുവറായിട്ട് അവിടുത്തെ ടപ്പിയോക്കയ്ക്ക് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇന്റർക്രോപ്പ് ചെയ്തിട്ട് മാനേജ് ചെയ്യുന്നത്. ഇനി ഈ ഇന്റർക്രോപ്പ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻകം ബൈ 20 to 25%, അതായത് ഈൽഡ് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ ഗ്രൗണ്ട് നട്ടിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഇന്റർക്രോപ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഗ്രാം, കൗപ്പി, ഗ്രീൻ ഗ്രാം, അങ്ങനെ പലതും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇറിഗേഷൻ നമ്മൾ ഇന്റർക്രോപ്പും കൂടെ നട്ട് കഴിയുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഇറിഗേഷൻ കൊടുക്കേണ്ടി വരും. once every 36 days to a depth of 5 cm in shallow water table situations. For deep water tables, irrigate once every 24 days to a depth of 5 cm. അതായത് ചില സ്ഥലങ്ങളിൽ നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര താഴ്ചയിലായിരിക്കും, അതായത് നമുക്ക് ഈസിലി വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് 25 ദിവസം 24 ദിവസത്തിന് ഇടവിട്ട് നമ്മൾ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കണം. ഇനി അല്ല, വാട്ടർ ടേബിൾ കുറച്ചുകൂടെ നല്ല ഷാലോ ആയിട്ടാണ്, കുറച്ചുകൂടെ ഉയരത്തിലാണ് അവൈലബിൾ, അതായത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 cm 36 ഡേയ്സിനൊരിക്കലൊക്കെ ഇറിഗേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇറിഗേഷൻ ആക്ച്വലി മുന്നേ ഡിസ്കസ് ചെയ്തായിരുന്നു, ആ ഒരു പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ റെയിൻഫെഡ് ആയിട്ടുള്ള റീജിയനിൽ നമുക്ക് അങ്ങനെ കൊടുക്കാറില്ല, സമ്മർ വരുന്ന സമയത്ത് കൂടുതൽ കൊടുക്കാറുണ്ട്. പിന്നെ അപ്പോൾ ഇവിടെ ഇറിഗേഷൻ നമ്മൾ മൊത്തത്തിലൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്റർക്രോപ്പിംഗ് കൂടെ ചെയ്യുമ്പോഴുള്ള എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സീസൺ നോക്കും. സമ്മർ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ വാട്ടർ ടേബിളിൻ്റെ ലൊക്കേഷൻ, ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ലൊക്കേഷൻ ഷാലോ ആണോ ഡീപ്പ് ആണോ എന്നുള്ളത് നോക്കിയിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇത്രയാണ് ഇറിഗേഷനിൽ വരുന്ന പോയിന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പെസ്റ്റ് ആൻഡ് ഡിസീസസ്. ഈ ഒരു ടൊബാക്കോ അല്ല, ടപ്പിയോക്കയിൽ വരുന്ന പെസ്റ്റ് ഡിസീസസിൻ്റെ പെസ്റ്റും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡിസീസസുമാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കസാവ മൊസൈക് ഡിസീസ്. മൊസൈക് ഡിസീസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസീസാണ് കസാവ മൊസൈക് ഡിസീസ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലൈ ആണ്. എന്താണ് ആ മൊസൈക് വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വൈറ്റ് ഫ്ലൈ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള സ്റ്റെം കട്ടിങ്സ് യൂസ് ചെയ്യണം. പിന്നെ സെപ്റ്റംബർ ടു ഡിസംബർ ടൈമിലാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യുക, പ്ലാന്റ്സിനെ എടുത്ത് നടേണ്ടതൊക്കെ. പിന്നെ എന്ത് സിംറ്റംസ് ഉള്ള ചെടിയാണെങ്കിലും നമ്മൾ റിജക്റ്റ് ചെയ്യുക. പിന്നെ ഇതിന് ഈ മൊസൈക് വൈറസിന് ടോളറൻ്റ് ആയിട്ട് കുറച്ച് വെറൈറ്റീസ് നമ്മൾ വെറൈറ്റീസ് ഡിസ്കസ് ചെയ്തപ്പോൾ 1-2 മൊസൈക് വൈറസിന് ടോളറൻ്റ് ആണെന്നില്ല, അങ്ങനത്തെ വെറൈറ്റീസും കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. H97 പോലുള്ള വെറൈറ്റീസ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ CMD, കസാവ മൊസൈക് ഡിസീസ്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ പ്ലാന്റിംഗ് മെറ്റീരിയൽ, നഴ്സറി ടെക്നിക്സ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ മെയിനായിട്ട് ഡിസീസ് ടോളറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള സ്റ്റെം കട്ടിങ് യൂസ് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ
ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ നഴ്സറിയിൽ നിന്ന് എങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യാമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ടിങ്സ് എടുക്കും, 3 to 4 നോഡ് കട്ടിങ്സ്, ചിലപ്പോൾ 2 നോഡ് കട്ടിങ്സ് ആയിരിക്കും, 4 നോഡ് കട്ടിങ്സ് ആയിരിക്കും. ആ കട്ടിങ്സ് എടുത്തിട്ട് ഡിസീസ് ഇല്ലാത്ത ചെടിയിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. നഴ്സറി ബെഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ നേരത്തെ ആ സെറ്റ് ടെക്നീക്ക് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു എങ്ങനെയാ ഒരു നഴ്സറി ബെഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും വെക്കുന്നതും ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നഴ്സറി സെറ്റ് ചെയ്യും, എന്നിട്ട് 4x4 സ്പേസിങ്ങിൽ നമ്മൾ ചെടി ഇത് ഈ ഓരോ സെറ്റിനെയും നമ്മൾ നട്ട് വെക്കും. ദെൻ എല്ലാ ദിവസവും ആദ്യത്തെ 10 ദിവസം നമ്മൾ വാട്ടർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ മൊസൈക്ക് വൈറസിന്റെ സിംറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ടുണ്ടെങ്കിൽ ആ ചെടികളെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ബാക്കി ഹെൽത്തി സീഡ്ലിങ്സിനെ മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടിന്യൂസ്ലി സ്ക്രീൻ ചെയ്ത് നല്ല ചെടികളെ മാത്രം നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കസാവ മൊസൈക്ക് ഡിസീസ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയേ ഉള്ളൂ. വൈറ്റ് ഫ്ലൈ ആണ് മെയിനായിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതും പഠിച്ചു. ഇത് പോയിട്ട് നമുക്ക് ടപ്പിയോക്കയിൽ കാണുന്ന കുറച്ച് ഡിസീസസ് ആണ് ലീഫ് സ്പോട്ട്, ബാക്ടീരിയൽ ബ്ലൈറ്റ്, റെഡ്സ്. ഇത് രണ്ട്, ഈ ലീഫ് സ്പോട്ടും ബാക്ടീരിയൽ ബ്ലൈറ്റും, ഇത് ഇത്രയാകുമ്പോഴേ ഡിസീസസ് തീരും. അപ്പോൾ ലീഫ് സ്പോട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ബാക്കി ക്രോപ്സിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചതാണ്. ലീഫ് സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇലയിൽ സ്പോട്ട്സ് ആയിരിക്കും അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ 1% ബോർഡോക്സ് മിക്സ്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്ടീരിയൽ ബ്ലൈറ്റ്, ബാക്ടീരിയ കാരണം ബ്ലൈറ്റ് എന്ന് പറയുന്നത് അതിനൊരു ശോഷിച്ച അവസ്ഥ വരിക ചെടിക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒന്നേൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. യൂസ് റെസിസ്റ്റന്റ് ഓർ ടോളറന്റ് വെറൈറ്റീസ് ലൈക്ക് H97, 226, 1687, 2304 ഇങ്ങനത്തെ ഈ ടോളറന്റ് വെറൈറ്റീസ് യൂസ് ചെയ്യും. ഇനി അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സസെപ്റ്റബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് ഏതൊക്കെയെന്നുള്ളത് അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടോളറന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് യൂസ് ചെയ്തിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് പെസ്റ്റിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഡിസീസസ് പറഞ്ഞു, പെസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ടെർമൈറ്റ്സും റെഡ് സ്പൈഡർ മൈറ്റ്, സ്കെയിൽ ഇൻസെക്റ്റ് ഒക്കെയാണ് ടപ്പിയോക്കയിൽ മെയിൻ ആയിട്ട് വരുന്ന പെസ്റ്റുകൾ എന്നാണ്. അപ്പം റെഡ് സ്പൈഡർ മൈറ്റും സ്കെയിൽ ഇൻസെക്റ്റുകളും വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ലൈറ്റ് ഇൻഫെസ്റ്റേഷൻസ് ക്യാൻ ബി മാനേജ് ബൈ സ്പ്രിങ് വാട്ടർ എവറി 10 days. ലൈറ്റ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ രീതിയിലൊക്കെ ഇവർ ബാധിച്ചിട്ടുള്ളൂവെങ്കിൽ, ചെറിയ നമ്പേഴ്സ്, അങ്ങനെ കുറേ ചെടികളൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഉള്ളൂവെങ്കിൽ എന്നും നമ്മൾ വെള്ളം തളിച്ചു കൊടുത്താൽ മതി, ഇതെന്ത് ചെയ്യും, പൊയ്ക്കോളും. പക്ഷേ ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 0.05% ഡൈ മെത്തോവേറ്റ് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും ഈ റെഡ് സ്പൈഡർ മൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓൾസോ സ്റ്റോറേജ് കൺട്രോൾ, സ്പ്രേ 0.05% dimethoate on stems before storage to prevent scale insect. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ, അതായത് സ്റ്റെം കട്ടിങ്സ് നമ്മൾ അടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കില്ല, അവിടെ നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്തിരിക്കും, സോ ദാറ്റ് ഈ പെസ്റ്റുകളൊന്നും വന്ന് ഇതിനെ നശിപ്പിക്കാതിരിക്കാൻ. പിന്നെ ഒരു കാണുന്ന പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെർമൈറ്റ് ആണ്. ടെർമൈറ്റിനെ നമ്മൾ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലോർ പൈറിഫോസ് ഓൺ മൗണ്ട്സ് ബിഫോർ പ്ലാന്റിങ് ടു മാനേജ് ടെർമൈറ്റ്സ്. ഈ ടെർമൈറ്റ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ റിഡ്ജസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിലല്ലേ നമ്മൾ സ്റ്റെം കട്ടിങ് വയ്ക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെം കട്ടിങ് വയ്ക്കുന്നതിന് മുന്നേ മൗണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോർ പൈറിഫോസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റെം കട്ടിങ് വയ്ക്കും. അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എന്താ, ഈ ഒരു ടെർമൈറ്റിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഡിസീസസ്? മേജറായിട്ട് 3 ഡിസീസേ ഉള്ളൂ. മൊസൈക്ക് ഡിസീസ് ഉണ്ട്, ലീഫ് സ്പോട്ട് ഉണ്ട്, ബാക്ടീരിയൽ ബ്ലൈറ്റ് ഉണ്ട്, പിന്നെ 3 പെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ടപ്പിയോക്കയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പെസ്റ്റുകളും ഡിസീസസും. ഇനി നമുക്ക് നോക്കേണ്ടത് ടപ്പിയോക്കയ്ക്ക് ബയോപെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാനുള്ളൊരു കഴിവുണ്ട്. ബയോപെസ്റ്റിസൈഡ്സ് ഫ്രം ടപ്പിയോക്ക ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ടപ്പിയോക്കയുടെ ലീവ്സിൽ നിന്നും അതിൻ്റെ കിഴങ്ങിൽ നിന്നും നമുക്ക് അതിന് ബയോപെസ്റ്റിസൈഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടപ്പിയോക്ക ലീവ്സിൽ നിന്നുള്ളത് നോക്കാം. മെയിനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലീവ്സിൽ, ടപ്പിയോക്കയുടെ ലീവ്സിൽ വി ഹാവ് റിച്ച് സോഴ്സ് ഓഫ് വാല്യുബിൾ മോളിക്യൂൾസ്. ബയോപെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില വാല്യുബിൾ മോളിക്യൂൾസ് ഇതിൻ്റെ ഇലകളിലുണ്ട്. ആൻഡ് ഈ മോളിക്യൂൾസ് വെച്ചുണ്ടാക്കിയ ബയോപെസ്റ്റിസൈഡ്സ് ബനാന, പപ്പായ, മാംഗോ ഇതുപോലെയുള്ള ഫ്രൂട്ട്സിലൊക്കെ വരുന്ന ചില പെസ്റ്റുകളെ നശിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബയോപെസ്റ്റിസൈഡ് ആയതുകൊണ്ട് ഇത് സേഫുമാണ്. ഇത് ഫസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, അതായത് ഐക്കാറിന്റെ വകയുള്ള CTCRI, ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്തുണ്ട്. അവിടെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഫ്രം
ടപ്പിയോക്ക ലീവ്സിൽ നിന്ന്. ആൻഡ് ഓൾസോ കൊളാബറേഷൻ വിത്ത് VSSCയും ബാർക്കും, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററും VSSCയുമായിട്ട്, വിക്രം സാരാഭായ് സ്പേസ് സെന്ററുമായിട്ട് കൊളാബറേഷനിലാണ് ഈ ഒരു പെസ്റ്റിസൈഡ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം ഇതിനുള്ള മെഷീനറിയൊക്കെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ബാർക്കിലും VSSCയിലും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. എല്ലാ സൗകര്യങ്ങളോട് CTCRL ഇല്ലാത്തതുകൊണ്ട് കൊളാബറേറ്റീവ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്തത്. അപ്പോൾ VSSC എന്നാണ് ഇവരുടെ ഫസ്റ്റ് മെഷീനറിയൊക്കെ, ഇവർ ബയോ പെസ്റ്റിസൈഡ്സ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മെഷീനറിയൊക്കെ യൂസ് ചെയ്തത്. പിന്നെ ഇതുപോലെ തന്നെ ലീഫിൽ നിന്നല്ലാണ്ട് അതിന്റെ കിഴങ്ങിൽ നിന്ന്, അതിനാണ് നമ്മൾ കസാവ എന്ന് പറഞ്ഞത്, ടപ്പിയോക്കയുടെ മറ്റൊരു പേരാണ് കസാവ, അതിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട്. ക്യാൻ ബി യൂസ് ടു മാനേജ് ബോറർ പെസ്റ്റ് ലൈക്ക് സ്യൂഡോസ്റ്റെം വീവിൽ, റെഡ് പാം വീവിൽ എന്നൊക്കെ പറയുന്ന വാഴയിൽ കാണുന്ന കുറച്ച് പെസ്റ്റുകളാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കസാവ ലീവ്സ് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ കസാവ പീല്, അതായത് നമ്മൾ കപ്പ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ തോല് കളയാറുണ്ടല്ലോ, ആ തോല് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ബയോ പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് അത് വെച്ചിട്ട് റെഡ്യൂസ് ഗ്രെയിൻ ലോസസ് ബൈ 70%. അതിൽ നിന്നുണ്ടാക്കുന്ന ബയോ പെസ്റ്റിസൈഡ് വെച്ചിട്ട് നമുക്ക് ക്രോപ്പിന്റെ നഷ്ടം ഉണ്ടാകുന്ന ഒരു 70%ഓളം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പീലുണ്ടല്ലോ, ഈ കിഴങ്ങെടുത്തിട്ടുള്ള ബാക്കിയുള്ള പീലിന് നമ്മൾ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുതിർക്കും. പിന്നെ ലിക്വിഡ് സോക്ക് ചെയ്തിട്ട് പിന്നെ ഫെർമെന്റ് ചെയ്ത് അതിനെ ഉണക്കിയെടുത്ത് നമ്മൾ അതിൻ്റെ ആക്റ്റീവ് സബ്സ്റ്റൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ബയോ പെസ്റ്റിസൈഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്, ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടപ്പിയോക്കയുടെ ലീവ്സിൽ നിന്നും ക്രോപ്പിൽ, ആ ഒരു ഫ്ലഷ് പാർട്ടിൽ, ട്യൂബർ ക്രോപ്പിൽ, റൂട്ടിൽ നിന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റഡീസ് ഒക്കെ 2010 സ്റ്റാർട്ട് ചെയ്തതാണ്. ഡോക്ടർ CA ജയപ്രകാശ് ആൻഡ് ഹിസ് ടീമാണ് ഇത് മെയിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. ആൻഡ് ഇവർ മെയിനായിട്ട് 3 പെസ്റ്റിസൈഡ്സ് ആണ് ഇറക്കി. അതിൻ്റെ 3 പേരുണ്ട്, ശ്രേയ, മേന്മ, നന്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 ഡിഫറെൻറ്റ് പെസ്റ്റിസൈഡ്സ് ആണ് ചെയ്തത്. ആൻഡ് ഇവർ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലീഫിലും ട്യൂബർ ക്രോപ്പിലും ഉള്ള ബയോ ആക്റ്റീവ് മോളിക്യൂൾസിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിനെ ഒരു എന്തായിട്ട് എടുത്തത്, ബയോ പെസ്റ്റിസൈഡ് ആക്കി എടുത്തത്. കാരണം പലപ്പോഴും ടപ്പിയോക്കയുടെ ലീവ്സ് ഒന്നും ആരും യൂസ് ചെയ്യില്ല, കാരണം അതിനകത്ത് സയനജൻ ഉണ്ട്. അപ്പോൾ ആ സയനജൻ്റെ പ്രസൻസ് ടോക്സിക് ആണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും യൂസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ ഈ ബയോ ആക്റ്റീവ് മോളിക്യൂൾസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നല്ല ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അന്നത്തെ ICAR CTCRIയുടെ ഡയറക്ടർ പറഞ്ഞത്, പേറ്റന്റ് ആപ്ലിക്കേഷൻ ഫോർ ബയോ പെസ്റ്റിസൈഡ് ടെക്നോളജി വാസ് ഫൈൽ ഇൻ 2021. ഇതിന്റെ പേറ്റന്റ് 2021 ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ISRO VSSCയുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഈ ഒരു പ്രോസസ്സ് ഇവർ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് ടപ്പിയോക്കയുടെ വാല്യൂ അഡീഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിതിനെ ചിപ്സ് ആയിട്ടും ഫ്ലോർ ആയിട്ടും ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ടും ഇതിന് കുറേ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ നോട്ട് ജസ്റ്റ് ആസ് എ ക്രോപ്പ്, ഇതിന് വേറെയും കുറേ യൂസസ് ഉണ്ട്. പിന്നെ സ്റ്റാർച്ച് കണ്ടന്റ് വെറൈറ്റീസ് അനുസരിച്ച് അതിന് പല യൂസസ്, ഇൻഡസ്ട്രിയൽ യൂസസും കൊണ്ടുവരാറുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ടപ്പിയോക്കയുടെ പ്രൊഡക്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പല ഈ മൊസൈക്ക് വൈറസിനൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. സോ ഹൈ ഈൽഡിങ് ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ ഉള്ളത് മിനി സെറ്റ് പ്രൊപ്പഗേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനി സെറ്റ് പ്രൊപ്പഗേഷൻ വഴി നമുക്ക് നല്ല പ്ലാന്റ്ലിങ്സ്, നല്ല പ്ലാന്റ്സ് കിട്ടാനുള്ള ഒരു ഇതുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ടപ്പിയോക്ക പ്രൊഡക്ഷൻ ബെറ്റർ ആക്കി കൊണ്ടുപോയിരിക്കണം. കൾച്ചർ മെത്തേഡ് അല്ല, ബട്ട് സ്റ്റിൽ അതൊരു വേറൊരു നഴ്സറി മെയിൻ്റനൻസ് മെത്തേഡ് പോലെ മിനി സെറ്റ് പ്രൊപ്പഗേഷൻ ടെക്നിക്ക് ഇപ്പം യൂസ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇതാണ് ഈ ടപ്പിയോക്ക പ്രൊഡക്ഷൻ ഇപ്പം വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി ഈ മൊഡ്യൂളിൽ ടപ്പിയോക്കയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ടപ്പിയോക്കയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, വെറൈറ്റീസ് ഡിസ്കസ് ചെയ്തു, ഏത് സോയിൽ, ക്ലൈമറ്റ്, സീസൺ ഒക്കെയാണ് സ്യൂട്ടബിൾ, പിന്നെ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, പ്രൊപ്പഗേഷൻ ഏത് മെത്തേഡാണ് ബെറ്റർ, പിന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന ബയോ പെസ്റ്റിസൈഡ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ നീറ്റായിട്ട് തന്നെ പഠിക്കുക. പിന്നെ മാക്സിമം ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ആ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങളുണ്ട്. പിന്നെ വെറൈറ്റീസ് ഓഫ് ടപ്പിയോക്കയിലും കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ ഒരു ടേബിൾ വരച്ചിട്ടോ ഒരു കോളം പോലെയൊക്കെ ആക്കിയിട്ട് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടേതായ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ബാക്കി ടോപ്പിക്സ് നമുക്ക് അടുത്ത സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. സോ ടിൽ ദെൻ, താങ്ക് യു. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്,
5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്.